അരോമ ടിവിയുടെ എല്ലാ മാന്യ ശ്രോതാക്കൾക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ ധന്യതിരു നാമത്തിൽ വന്ദനത്തെയും സ്വാഗതത്തെയും അറിയിക്കുന്നു. അനുഗ്രഹീതവും മനോഹരമായ നല്ല നിമിഷങ്ങൾക്കായി, നല്ല ദിവസത്തിനായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് പ്രേക്ഷകരോടൊപ്പം അനുഗ്രഹിക്കപ്പെട്ട ജീവിതാനുഭവം, ദൈവം നടത്തിയ അത്ഭുതകരമായ വഴികളെയും കുറിച്ച് പങ്കുവയ്ക്കേണ്ടതിന് നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇന്ന് നമ്മോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുന്നത് കർത്താവിൻ്റെ വിലപ്പെട്ട ദാസൻ ഡോക്ടർ ജോണി പി എബ്രഹാം അവറുകളാണ്. രാജസ്ഥാനിൽ കഴിഞ്ഞ അരനൂറ്റാണ്ടിലധികമായി കർത്താവിന് വേണ്ടി പ്രയോജനപ്പെട്ടുകൊണ്ടിരിക്കുന്ന അഭിഷിക്തൻ്റെ അനുഗ്രഹീതമായ ഒരുപാട് അനുഭവങ്ങളും ഓർമ്മകളും ശ്രോതാക്കളോടൊപ്പം പങ്കുവയ്ക്കുന്നു. തീർച്ചയായിട്ടും പ്രേക്ഷകർക്ക് ഒരുപാട് വേറിട്ട അനുഭവങ്ങൾ ഈ സാക്ഷ്യത്തിലൂടെ കേൾക്കുവാൻ തക്കവണ്ണം കഴിയും. ആകയാൽ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ ഈ സാക്ഷ്യത്തിൻ്റെ ഓരോ ഭാഗം നിങ്ങൾ കേൾക്കുകയും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുവാൻ പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കണമെന്ന് ഓർപ്പിക്കുന്നു. അതുപോലെ തന്നെ നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. അതുപോലെ തന്നെ എല്ലാ തിങ്കളാഴ്ചയും രാത്രി 9 മണിക്ക് പ്രേക്ഷകർക്ക് കൊണ്ട് വിശേഷിച്ചാൽ പ്രാർത്ഥന നടന്നു വരുന്നു. നിങ്ങൾക്കും അതിൽ പങ്കാളികളാകാം. തുടർന്ന് അരോമ ടിവിയുടെ ശ്രോതാക്കളോടൊപ്പം അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യം പങ്കുവയ്ക്കുന്നതിനായിട്ട് കർത്താവിൻ്റെ വിലപ്പെട്ട ദാസൻ ഡോക്ടർ ജോണി പി എബ്രഹാം അവറുകളെ തികഞ്ഞ സ്നേഹത്തോടും ആദരവോടും കൂടി സമയം ചെലവഴിക്കുന്നതിനായിട്ട് ഞങ്ങൾ സ്വാഗതം ചെയ്തുകൊള്ളും. ദൈവത്തിന്റെ പുണ്യതിരുനാമം മഹിമപ്പെടുമാറാകട്ടെ. ഇന്ന് അരോമ ടിവിയിൽ എൻ്റെ ഒരു സാക്ഷ്യം പറയുവാൻ ദൈവമായ കർത്താവ് എനിക്ക് അവസരം തന്നതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. അനേക ദൈവദാസന്മാരും ദാസിമാരും തങ്ങളുടെ ജീവിത അനുഭവങ്ങളെ പങ്കുവയ്ക്കുന്ന ഈ അരോമ ടിവിയിൽ എനിക്ക് ഒരു അവസരം കൂടെ ഒരുക്കി തന്ന കർത്താവിന്റെ വലിയ ദാസൻ ഡാനിയേലിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവിന്റെ ദാസൻ ചെയ്യുന്ന ഈ പ്രവർത്തനത്തെ കർത്താവ് സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ. മാത്രമല്ല, എന്നെ പോലെ അനേക ദൈവദാസന്മാരുടെ സാക്ഷ്യം ഈ അരോമ ടിവിയിൽ കൂടെ പ്രക്ഷേപണം ചെയ്യുന്നത് മുഖാന്തരം അനേകർ ദൈവകൃപയിലേക്ക് കടന്നു വരുവാനും ജീവനുള്ള ദൈവത്തിന്റെ സാക്ഷികളായി തീരുവാനും കാരണമായി തീരട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും ആമേൻ. സകല മഹത്വവും സ്വർഗസ്ഥ പിതാവ് എന്നെ സ്നേഹിച്ച് കാൽവരിയുടെ കൊലമരത്തിന്മേൽ എനിക്ക് വേണ്ടി പ്രാണനെ ഏൽപ്പിച്ചു കൊടുത്ത അരുമനാഥന്റെ മഹത്വത്തിനായി ഞാൻ എൻ്റെ സാക്ഷ്യം ഇവിടെ പറയുവാൻ ആഗ്രഹിക്കുന്നു. എന്നെ ഇന്ന് ഈ അരോമ ടിവിയിൽ ഒരു സാക്ഷ്യം പറയുവാൻ എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്ത പാസ്റ്റർ KT ജോസഫ് മൻസൂർ ആണ് എന്ന കാര്യം ഞാൻ സന്തോഷത്തോടെ ഓർക്കുന്നു. ദൈവം ഇന്ന് ഇങ്ങനെ ഒരു അവസരം എനിക്ക് ഒരുക്കി തന്നത് ദൈവത്തിന്റെ നാമമഹത്വത്തിനും അനേകർക്ക് എൻ്റെ സാക്ഷ്യം, എൻ്റെ ജീവിത അനുഭവങ്ങള് ഒരു അനുഗ്രഹമായി തീരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. എൻ്റെ പേര് പാസ്റ്റർ ജോണി പി എബ്രഹാം. എൻ്റെ സ്വന്തം ദേശം തൃശ്ശൂരാണ്. എൻ്റെ മാതാപിതാക്കൾ യാക്കോബായ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് കടന്നു വന്നവരാണ്. എന്നാൽ എൻ്റെ ജീവിതത്തിലെ വലിയ ഭാഗ്യം എന്ന് പറയുന്നത് എൻ്റെ കുടുംബത്തിൽ നിന്ന് ഞാനാണ് ആദ്യമായിട്ട് ഈ കൃപയിലേക്ക് കടന്നു വന്നത്. എൻ്റെ ഭാര്യ മറിയാമ്മ ജോണി, ചെങ്ങന്നൂരാണ് അവളുടെ വീട്. അവളും മർത്തോമ കുടുംബത്തിൽ ജനിച്ചു വളർന്ന പൈതലാണ്. അവളുടെ കുടുംബത്തിൽ നിന്ന് അവളും അവളുടെ അമ്മച്ചിയുമാണ് വിശ്വാസത്തിലേക്ക് കടന്നു വന്നത്. എനിക്ക് ദൈവം 2 കുഞ്ഞുങ്ങളെ ദാനമായി തന്നു. മൂത്ത മകൻ ഡോക്ടർ സാം ജെ എബ്രഹാം, അവൻ കർത്താവിന്റെ വേലയിൽ പ്രയോജനപ്പെടുന്നു. അപ്പോൾ തന്നെ കൽക്കട്ടയിൽ നാഷണൽ ലോ യൂണിവേഴ്സിറ്റിയിൽ ലോ ഡിപ്പാർട്ട്മെന്റില് അസിസ്റ്റന്റ് പ്രൊഫസറായി വർക്ക് ചെയ്യുന്നു. അവന്റെ ഭാര്യ എലിസബത്ത് തോമസ്, അവള് ഒരു സ്കൂളിൽ അധ്യാപികയായി വർക്ക് ചെയ്യുന്നു. 2 കുഞ്ഞുങ്ങളെ ദൈവം അവർക്ക് ദാനമായി കൊടുത്തു. ജെറമി സാം 11ാം ക്ലാസ്സിൽ പഠിക്കുന്നു, 17 വയസ്സുണ്ട്. ഒരു മകള് ഹന്ന സാം 6ാം ക്ലാസ്സിൽ പഠിക്കുന്നു, 11 വയസ്സ് അവൾക്കുണ്ട്. പിന്നെ എനിക്ക് ഒരു മകള് ഡോക്ടർ റൂത്ത് പി ജോണി, അവളുടെ വിവാഹം കഴിഞ്ഞു. ബ്ലെസൻ എബ്രഹാം. 2 പെൺകുഞ്ഞുങ്ങളാണ് ദൈവം അവർക്ക് ദാനമായി കൊടുത്തിരിക്കുന്നത്. ഫെയ്ത്ത് അബിഗെയിൽ എബ്രഹാം, കുഞ്ഞ് 5ാം ക്ലാസ്സിൽ പഠിക്കുന്നു. അവളുടെ താഴെയുള്ള അനുജത്തി ജാനറ്റ്, അവള്
LKG-യിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നു. എന്റെ മാതാപിതാക്കൾ അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ ദൈവകൃപയിൽ മുൻപോട്ട് പോകുമ്പോൾ എനിക്കാണ് ഈ മഹാഭാഗ്യം ലഭിച്ചത് യേശുവിനെ കണ്ടുമുട്ടുവാൻ. എന്റെ 9-ാമത്തെ വയസ്സിൽ യാക്കോബായ സമുദായത്തിൽ അല്ലെങ്കിൽ പള്ളിയിൽ ദൈവത്തെ ആരാധിക്കുകയും സൺഡേ സ്കൂൾ അറ്റൻഡ് ചെയ്യുമ്പോൾ അതേ സമയം തന്നെ തൃശ്ശൂര് ആൽപ്പാറ ദേശത്ത് IPC ഹെബ്രോൻ ചർച്ചിൽ സൺഡേ സ്കൂളിൽ പോകുവാനും ദൈവവചനം പഠിക്കുവാനും എനിക്ക് ഭാഗ്യം ലഭിച്ചു. എന്റെ 9-ാമത്തെ വയസ്സ് വരെയും ഒരു കുസൃതിക്കുട്ടനായി ഞാൻ വളർന്ന ഒരു പൈതലാണ്. യാക്കോബ സൺഡേ സ്കൂളിലും IPC സൺഡേ സ്കൂളിലും ഞാൻ ദൈവവചനം അഭ്യസിച്ചെങ്കിലും 9-ാമത്തെ വയസ്സ് വരെയും യാതൊരു വ്യത്യാസം എന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല എന്ന് വ്യക്തമായി ഞാൻ പറയുകയാണ്. ഒരു ദിവസം എന്റെ അമ്മച്ചിയുടെ പിതാവ് ഞങ്ങളുടെ വീട്ടിൽ തൃശ്ശൂർ വന്നു. അന്ന് ഞങ്ങളെ കുഞ്ഞുങ്ങളെല്ലാം കളിച്ച് ഈ ഗോട്ടി എന്ന് പറയും, ഇവിടെ മാർബിൾ എന്ന് പറയും, കളിച്ച് അതിൽ തോൽക്കുന്ന ആളെ ജയിക്കുന്ന ആൾ ഇങ്ങനെ ഗോട്ടി കൊണ്ട് അടിക്കും. അപ്പോ കുഞ്ഞുങ്ങളുടെ ഒക്കെ കയ്യ് ഒക്കെ നീരും വന്ന് വേദനിച്ച് നിലവിളിച്ച് ഞങ്ങളുടെ വീട്ടിൽ വന്നു. പല മാതാപിതാക്കളും വന്നു. അന്ന് എന്റെ അമ്മച്ചിയുടെ പിതാവ് വലിയപ്പച്ചൻ പറഞ്ഞു, മോളെ മറിയാമ്മേ, നിനക്ക് ഇങ്ങനെ ഒരു മകൻ ജനിക്കാതിരുന്നു എങ്കിൽ നീ എത്ര ഭാഗ്യവതിയായിരുന്നു എന്ന് പറയുവാനിടയായിത്തീർന്നു. അതെന്റെ ജീവിതത്തെ വല്ലാതെ പിടിച്ചു കുലുക്കുവാനിടയായിത്തീർന്നു. ഞാൻ ഒരിക്കൽ പോലും വിചാരിച്ചിട്ടില്ല എന്റെ ഈ സ്വഭാവം മറ്റുള്ളവർക്ക് അല്ലെങ്കിൽ എന്റെ മാതാപിതാക്കൾക്ക് ഒരു പ്രയാസമായി തീരും, അല്ലെങ്കിൽ ഞാൻ ഈ രീതിയിൽ മുൻപോട്ട് പോകുന്നത് മറ്റുള്ളവർക്ക് ഒരു വേദനയാണെന്ന് എനിക്കറിയത്തില്ലായിരുന്നു. എന്നാൽ അതെന്റെ ജീവിതത്തിൽ ഒരു വലിയ ഒരു ആഘാതം തന്നെ സൃഷ്ടിച്ചു. ആ ദിവസങ്ങളിൽ തന്നെ ഒരു സൺഡേ സ്കൂളിൽ, എനിക്ക് തോന്നുന്നു ഒരാഴ്ചക്കുള്ളിലത്തെ സംഭവമാണ്, സൺഡേ സ്കൂളിൽ തൃശ്ശൂരിനടുത്ത് കുന്നംകുളം എന്ന് പറയുന്ന സ്ഥലത്ത് മാത്യു സന്യാസി എന്ന് പറയുന്ന ഒരു ദൈവദാസൻ, അദ്ദേഹം അതിഥിയായിട്ട് ഞങ്ങളുടെ സൺഡേ സ്കൂളിൽ കടന്നു വന്നു. ഞങ്ങൾക്ക് ക്ലാസ് എടുത്തു. അന്ന് ഞങ്ങൾ കുഞ്ഞുങ്ങളോട് പറഞ്ഞു, മക്കളെ നിങ്ങള് ഒന്ന് പ്രാർത്ഥിക്കുക, ദൈവത്തോട് പ്രാർത്ഥിക്കുക, ദൈവത്തിൽ നിന്ന് ഒരു ശബ്ദം നിങ്ങൾക്ക് കേൾക്കാം, നിങ്ങളൊന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ജീവിതത്തിൽ ഒരിക്കൽ പോലും ഞാൻ വിചാരിച്ചിട്ടില്ല ഞാനൊരു പാപിയാണ് എന്നുള്ള ഒരു ചിന്ത എന്റെ മനസ്സിൽ ഒരിക്കൽ പോലും വന്നിട്ടില്ല. എന്നാൽ ആ ദൈവദാസൻ പറഞ്ഞ ആ വാക്കനുസരിച്ച് ഞങ്ങൾ കുഞ്ഞുങ്ങളെല്ലാവരും കണ്ണടച്ചു പ്രാർത്ഥിക്കാൻ തുടങ്ങി. യാതൊരു ഡീറ്റെയിലും ആ കർത്താവിന്റെ ദാസൻ പറഞ്ഞില്ല. എന്നാൽ വളരെ പെട്ടെന്ന് ഞാൻ എൻ്റെ യേശുവിന്റെ ഒരു ദർശനം, ക്രൂശിൽ കിടന്ന് മരിക്കുന്ന എന്റെ യേശുവിനെ ഞാൻ എൻ്റെ സ്വന്തം കണ്ണുകൊണ്ട് കണ്ടു. ആ ക്രൂശിൽ നിന്ന് എന്റെ യേശു എന്നോട് സംസാരിക്കുകയാണ്, മകനെ ജോണി, നീ എനിക്ക് വേണ്ടി മരിക്കുവാൻ തയ്യാറാണോ എന്ന്. അന്ന് 9 വയസ്സുള്ള ഈ ജോണിക്ക് ഇതിനെക്കുറിച്ച് ഒന്നും അറിയത്തില്ലായിരുന്നു. ഞാൻ യേശുവിനോട് പറഞ്ഞു, യേശുവേ, എനിക്ക് ഇത് ആകുന്നില്ല, എന്താ കർത്താവേ എന്ന് ഞാൻ ചോദിച്ചു. എന്റെ കർത്താവ് വളരെ സ്പഷ്ടമായിട്ട് എന്നോട് പറഞ്ഞു, മോനെ ജോണി, ഞാൻ നിനക്ക് വേണ്ടിയാണ് ഈ ക്രൂശിൽ ഭരിക്കുന്നത്, എന്റെ ജീവൻ നിനക്ക് വേണ്ടിയാണ് ഞാൻ അർപ്പിക്കുന്നത്. ഇതുപോലെ നീ എനിക്ക് വേണ്ടി നിന്റെ ജീവൻ കൊടുക്കുവാൻ, മരിക്കുവാൻ തയ്യാറാണോ എന്ന് ചോദിച്ച ആ ഒരു ചോദ്യം, ആ ഒരു ദർശനം, ആ ഒരു വിളി കേട്ടാണ് ഞാൻ ഈ ദൈവകൃപയിലേക്ക് കടന്നു വന്നത്. ഇത് ഇന്നേക്ക് 64 വർഷം മുൻപ് നടന്ന ഒരു സംഭവമാണ്.
എന്റെ ജീവിതത്തിൽ എനിക്ക് ലഭിച്ച ആ ദർശനം ഇന്നുവരെയും മങ്ങാതെ, ഇന്ന് 73 വയസ്സ് എനിക്കുണ്ട്. 64 വർഷം മുമ്പ് ലഭിച്ച ആ ദർശനത്തിന് ഒരു പോറലും പറ്റാതെ കർത്താവിന്റെ ഒരു ധീര സാക്ഷിയായി ജീവനെങ്കിൽ ജീവൻ വെച്ച് ഭാരതം നേടിയിടണം എന്നുള്ളതായിരിക്കുന്ന ആ ഒരു വ്യക്തമായ കാഴ്ചപ്പാടും ഒരു സമർപ്പണത്തോടും കൂടെയാണ് ഞാന് എന്റെ കർത്താവിനെ കണ്ടുമുട്ടിയത്. ഞാന് ഇന്നും ഓർക്കുമ്പോൾ എനിക്ക് തോന്നുന്നു, ഇന്നലെയാണ് ഈ ഒരു ദർശനം പ്രാപിച്ചത് എന്ന് എനിക്ക് തോന്നുകയാണ്. അതിന് കാരണം, എന്റെ ജീവിതത്തിൽ ഞാൻ എന്നും എപ്പോഴും പാടിക്കൊണ്ടിരിക്കുന്ന, ഓർക്കുന്ന ഒരു കാര്യമുണ്ട്. Every day with Jesus is sweeter than the day before. എന്റെ യേശുവിനോട് കൂടെയുള്ള ഓരോ ദിവസവും ആമേൻ മാധുര്യമേറിയതായിട്ട് മുൻപോട്ട് പോകുന്നു. എന്റെ കർത്താവിന്റെ ആ സാന്നിധ്യത്തിനായി, അവൻ എന്നെ കരം പിടിച്ച് വഴി നടത്തുന്നതിനായി, അവൻ എന്നെ കരുതുന്നതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഞാന് എന്റെ പിതാവിന്റെ പേര് പഴമ്പിള്ളിൽ പാപ്പച്ചൻ എന്ന് പറയും. ഒഫീഷ്യൽ നെയിം P.I. ഏബ്രഹാം. എന്റെ അമ്മച്ചിയുടെ പേര് മറിയാമ്മ ഏബ്രഹാം. ഞങ്ങളുടെ ദേശത്ത് ഞങ്ങള് വളരെ പാവപ്പെട്ടവരായിരുന്നു. ഞാൻ ഇപ്പോ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ ഓർക്കുകയായിരുന്നു, എന്റെ ദൈവത്തിന് ഒരാളെ ആവശ്യമുണ്ടെങ്കിൽ അവന് പഠിപ്പോ പാരമ്പര്യമോ ഒന്നും ആവശ്യമില്ല എന്നുള്ളത് എന്റെ ജീവിതത്തിൽ എനിക്ക് ധൈര്യമായി പറയാം. കാരണം പാവപ്പെട്ട ഒരു പൈതലായതുകൊണ്ട് എന്റെ പഠന കാര്യങ്ങൾക്കും ഒക്കെയും വലിയ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു. എങ്കിലും ഞങ്ങളുടെ വീട്ടില് അന്നത്തെ കാലത്ത് കുറെ ആടുകളൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ അതിനെ നോക്കാൻ പോകും. രാവിലെ അതിനെയും കൊണ്ടുപോകും, ആടുകളെ തീറ്റും, മടങ്ങി വരും. പുസ്തകം കൊണ്ടാ പോകുന്ന, പഠിക്കും, ഫുട്ബോളും കൊണ്ടുപോകും. അപ്പൊ ഒരേ സമയത്ത് തന്നെ ആടിനെയും തീറ്റും, പഠിക്കുകയും ചെയ്യും, ഫുട്ബോളും കളിക്കും. എല്ലാ തല്ലിപ്പൊളി പരിപാടികളും 9ാമത്തെ വയസ്സ് വരെ ഉണ്ട്. അത് കഴിഞ്ഞും ആടുകളെ തീറ്റാനൊക്കെ പോയിരുന്നു. എങ്കിലും ഒരു കാര്യം ഞാൻ സ്പഷ്ടമായി പറയാം, 9ാമത്തെ വയസ്സിൽ എന്റെ കർത്താവിനെ കണ്ടുമുട്ടിയ ദിവസം മുതല് ഞാനൊരു പുതിയ സൃഷ്ടിയായി. കൊരിന്ത്യ ലേഖനത്തിൽ പറയുന്ന പോലെ, ഒരുത്തൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടി, പഴയതെല്ലാം കഴിഞ്ഞുപോയി, കണ്ടാലും സകലം പുതുതായിരിക്കുന്നു. എന്റെ 9ാമത്തെ വയസ്സ് മുതൽ ഞാന് ആടിനെ തീറ്റാൻ പോയാലും അവിടെ പഠിക്കുമ്പോഴും കളിക്കുമ്പോഴും എല്ലാം എന്റെ ഉള്ളിന്റെ ഉള്ളിൽ ഒരു ഉറപ്പെനിക്കുണ്ട്, ഞാനൊരു ദൈവ പൈതല. അതുകൊണ്ട് ഒരു സമയത്ത് തന്നെ പല കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് കഴിയും എന്നുള്ളത് അന്ന് ദൈവം എന്നെ പഠിപ്പിച്ചു. പിന്നെ ഞാന് തൃശ്ശൂർക്കാരനാണെങ്കിലും 54 വർഷം മുൻപ് തൃശ്ശൂർ വിട്ടതാണ്. 54 വർഷത്തിൽ 44 വർഷവും രാജസ്ഥാനിലും ഇൻ ബിറ്റ്വീൻ, ഇതിന്റെ ഇടയ്ക്ക് ഒരു 10 വർഷം ഞാൻ കുവൈറ്റില് കടന്നു പോകാൻ ദൈവം എനിക്ക് അവസരം തന്നു. അതാ എന്റെ ഒരു ജീവിതത്തിന്റെ ഓരോ ഏടുകൾ. ഏകദേശം 20 വർഷം നാട്ടിൽ ജീവിച്ചു. ബാക്കി 54 വർഷം രാജസ്ഥാനിൽ, 53 കഴിഞ്ഞ് 54 ആകാൻ പോവുകയാണ്. ഈ നീണ്ട വർഷങ്ങള് 53+ ഇയേഴ്സ് മരുഭൂമിയിൽ, രാജസ്ഥാന്റെ മരുഭൂമിയിലും 10 വർഷം കുവൈറ്റിലും ആയിരിക്കാൻ ദൈവം എന്നെ സഹായിച്ചു. എന്റെ പേര് ഞാൻ പറഞ്ഞല്ലോ, ജോണി പി എബ്രഹാം. ഞാൻ ഇപ്പോൾ ആയിരിക്കുന്നത് രാജസ്ഥാനിൽ ചിത്തോഡ്ഗഡ് എന്ന് പറയുന്ന ഒരു പ്രശസ്തമായ നഗരത്തിലാണ്. ഈ പട്ടണത്തിൽ കടന്നു വരുവാൻ യാതൊരു സാധ്യതയുമില്ലായിരുന്നു. എന്ന് പറഞ്ഞാൽ എന്നെ പോലെ ഒരാള്
ഇവിടെ ഒരു കാരണവശാലും കടന്നു വരുവാൻ ആഗ്രഹിക്കാത്ത ഒരു സ്ഥലമായിരുന്നു. എങ്കിലും ദൈവം എന്നോട് ശക്തമായി പറഞ്ഞു, നീ ചിത്തോടുഗഡിൽ പോകുവാൻ പറഞ്ഞു. ഇവിടെ കടന്നു വന്നിട്ട് 28 വർഷം കംപ്ലീറ്റ് ആകാൻ പോവുക. ഇതിന്റെ ഇടയ്ക്ക് എന്റെ ബാല്യകാലത്തിൽ ഞാൻ ആൽപ്പാറ IPC ചർച്ചിലായിരിക്കുമ്പോൾ സൺഡേ സ്കൂളിൽ പഠിക്കുവാനും PIP-യിൽ അറ്റൻഡ് ചെയ്യുവാനും സൺഡേ സ്കൂളിന്റെ ഉത്തരവാദിത്വങ്ങളും PIP-യിലെ ഡിസ്ട്രിക്ട് മെമ്പർ വരെ ആയി അതിൽ പ്രവർത്തിക്കുവാൻ ദൈവം എനിക്ക് അവസരം തന്നു. എന്റെ 17ാമത്തെ വയസ്സിൽ തൃശ്ശൂർ നടന്ന ഒരു PYP ക്യാമ്പിൽ റോമാലേഖനം 1-ാം അധ്യായത്തിന്റെ 16-ാം വാക്യപ്രകാരം സുവിശേഷത്തെ കുറിച്ച് എനിക്ക് ലജ്ജയില്ല എന്ന ആ വിഷയത്തെ ആസ്പദമാക്കി ഒരു സന്ദേശം കൊടുക്കുവാൻ ദൈവം എനിക്ക് അവസരം തന്നു. ഞാൻ പുറകോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ എനിക്ക് പറയാൻ കഴിയുന്നത് സക്കറിയ പ്രവചനം 4-ാം അധ്യായത്തിന്റെ 10-ാം വാക്യത്തിൽ പറയുന്ന പോലെ അല്പകാര്യങ്ങളുടെ ആരംഭത്തെ തുച്ഛീകരിക്കാത്ത ദൈവം, ഒന്നും അറിയാൻ പാടില്ല എങ്കിലും എന്നെ ദൈവം കരങ്ങളെടുത്ത് ഉപയോഗിച്ചു. അവിടെ മുതൽ തുടങ്ങിയ ഒരു യാത്രയാണ് ഇത്രയും വർഷങ്ങളായി. ലോകത്തിൽ ദൈവമെല്ലാം അയച്ചിട്ടുണ്ടോ അവിടെയെല്ലാം ലജ്ജിപ്പാൻ സംഗതിയില്ലാത്ത ഒരു വേലക്കാരനായി നിൽപ്പാൻ ദൈവം എന്നെ സഹായിച്ചു. സുവിശേഷം സകല മനുഷ്യരെയും ദൈവത്തിങ്കിലേക്ക് അടുപ്പിക്കുവാൻ മതിയായതാണ്, ശക്തിയുള്ളതാണ് എന്ന് ധൈര്യത്തോടെ പറയുവാൻ ദൈവം എനിക്ക് സഹായിക്കുന്നു. അതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. 1972-ലാണ് തൃശ്ശൂര് വിട്ട് ഞാൻ രാജസ്ഥാനിലേക്ക് വരുവാൻ മുഖാന്തരമായി തീർന്നത്. എന്റെ പരിചയക്കാരോ എന്റെ സ്വന്തക്കാരോ ആരും രാജസ്ഥാനിൽ ഇല്ല. എന്നാൽ ഞങ്ങളുടെ സഭയില് ഒരു അമ്മച്ചി, ഞങ്ങളുടെ തൃശ്ശൂർ ഭാഷയിൽ അമ്മച്ചിയാണെങ്കിലും ഞങ്ങളെ ചേച്ചി അല്ലെങ്കിൽ ചേടത്തി എന്നൊക്കെ വിളിക്കും. ലില്ലി ചേടത്തി എന്ന് പറയുന്ന ഒരു ആന്റി ഞങ്ങൾക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ഒരു ആന്റിയാണ്. ആ ആന്റിയുടെ സഹോദരിയുടെ ഭർത്താവ് രാജസ്ഥാനിൽ ഉദയ്പൂർ എന്ന് പറയുന്ന പട്ടണത്തിൽ, അതിനടുത്ത് ആ ഡിസ്ട്രിക്റ്റില് ജാവർ മൈൻസ് എന്ന് പറയുന്ന ആ ഒരു സ്ഥലത്ത് കർത്താവിന്റെ വേല ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ലില്ലി ചേടത്തി തന്റെ സഹോദരി അമ്മണി കൊച്ചമ്മയോട് ആവശ്യപ്പെട്ടു, ഇത് ഞങ്ങളുടെ ഒരു കൊച്ചനാ ജോണി, ഈ കൊച്ചനെ നിങ്ങൾ കൊണ്ടുപോകണം, നിങ്ങൾക്കും പ്രയോജനപ്പെടും, അവൻ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടും. അങ്ങനെ ആ അമ്മച്ചി, ലില്ലി അമ്മച്ചി അമ്മണി കൊച്ചമ്മയോട് പറഞ്ഞു, ഞാന് പാസ്റ്റർ KV എബ്രഹാം, പിന്നെ അന്നമ്മ എബ്രഹാം, അമ്മണി കൊച്ചമ്മയുടെ ഓഫീഷ്യൽ അന്നമ്മ എബ്രഹാം, അവരോട് ഒരുമിച്ച് 1972 ഞാൻ അവരെ കാണുന്നത് തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച. അവരെ ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടില്ല. അങ്ങനെ തൃശ്ശൂര് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഞാൻ അവരുടെ കൂടെ യാത്ര ചെയ്യാണ്. അതിനു മുൻപായിട്ട് ഞാൻ എൻ്റെ 7ാം ക്ലാസ് വരെ കണ്ണാറ എന്ന് പറയുന്ന പ്രൈമറി സ്കൂളിലാണ് പഠിച്ചത്. 8 മുതൽ 10 വരെ പട്ടിക്കാട് ഹൈസ്കൂളിലും പ്രീ ഡിഗ്രി ശ്രീ കേരളവർമ്മ കോളേജ് തൃശ്ശൂരും പഠിക്കുവാൻ ദൈവയിടയാക്കി തീർത്തു. പ്രീ ഡിഗ്രി എഴുതിയ ഫൈനൽ ഡേയിലാണ് ഞാൻ തൃശ്ശൂരിൽ നിന്ന് വണ്ടി കയറുന്നത്. അന്നത്തെ കാലത്ത് 5-6 ദിവസം കൊണ്ടാണ് ഇവിടെ വന്ന് എത്തിച്ചേർന്നത്. അവിടെ മുതൽ എൻ്റെ ജീവിതത്തിൽ ഒരു പുതിയ ചാപ്റ്റർ ആരംഭിക്കുകയാണ്. ഇതിനോടകം ഞാൻ വ്യക്തമായി പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, എന്റെ ദൈവം സമയാസമയങ്ങളിൽ എനിക്ക് ദർശനം തന്ന്, ഓരോ വചനം തന്ന് എന്നെ കർത്താവിന്റെ വചനത്തിൽ, കർത്താവിന്റെ വേലയിൽ എന്നെ ഓരോ ദിവസവും ധൈര്യപ്പെടുത്തിക്കൊണ്ടിരുന്നു എന്ന് പറയുന്നതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. എൻ്റെ 9-ാമത്തെ വയസ്സിൽ, 13-ാമത്തെ വയസ്സിൽ, 17-ാമത്തെ വയസ്സിൽ, 20-ാമത്തെ വയസ്സിൽ
പിന്നെ അങ്ങനെ പലപ്പോഴും ദൈവികമായിരിക്കുന്ന ദർശനം പ്രാപിച്ച് ദൈവം എന്നോട് എന്തു പറയുന്നുവോ വള്ളി പുള്ളി മാറാതെ ഞാൻ വചനപ്രകാരം എന്റെ കർത്താവിനെ അനുസരിച്ച് ജീവിക്കുവാൻ ഇന്ന് വരെ ഇടയായിട്ടുണ്ട് എന്ന് ഞാൻ വളരെ സന്തോഷത്തോടെ പറയട്ടെ. എനിക്ക് തൃശ്ശൂര് IPC ചർച്ചിൽ നിന്ന് ലഭിച്ച ആ ചെറിയ അനുഭവം, സൺഡേ സ്കൂള്, PAP ചർച്ച് പ്ലസ് ഞാൻ അവിടെ ആയിരുന്നപ്പോൾ എന്റെ 9ാമത്തെ വയസ്സ് മുതൽ ഞങ്ങളുടെ ചർച്ചില് അന്തകാലത്തില് ഗ്രാമഫോണിലുള്ള മൈക്ക് ഇല്ലല്ലോ. ഗ്രാമഫോണിൽ അതിരാവിലെ ക്രിസ്ത്യൻ പാട്ടുകൾ വയ്ക്കും. അപ്പോൾ തന്നെ അനേക വാക്യങ്ങള് ഞാന് പഠിച്ചു. ആകാശമേ കേൾക്ക, ഭൂമിയെ ചെവി തരിക, ഞാൻ മക്കളെ പോറ്റി വളർത്തി, ഇപ്പോൾ അവർ എന്നോട് മത്സരിക്കുന്നു എന്ന് തുടങ്ങി അനേക വാക്യങ്ങൾ പറഞ്ഞിട്ട് അവസാനം ചുള പോലെ കത്തുന്ന ഒരു ദിവസം വരും. അപ്പോൾ അഹങ്കാരികളൊക്കെയും സകല ദുഷ്പ്രവർത്തിക്കാരും താളടിയാകും എന്ന് പറഞ്ഞ് ആ അവസാനമായിട്ട് കൊണ്ട് അവസാനിപ്പിക്കുന്നത് ആമോസ് 4:12. അതുകൊണ്ട് നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ ഒരുങ്ങിക്കൊള്ളുക എന്ന് ലോകത്തോട് വിളിച്ചു പറയാൻ തുടങ്ങിയത് എന്റെ 9ാമത്തെ വയസ്സിലാണ്. ഇന്നും അതേ ശബ്ദം ധൈര്യത്തോടെ വിളിച്ചു പറയുവാൻ ദൈവമായ കർത്താവ് ഈ ഏഴയ്ക്ക് അവസരം തരുന്നോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഞാൻ പറഞ്ഞ പോലെ സുവിശേഷത്തെ കുറിച്ച് എനിക്ക് ലജ്ജയില്ല. 2, എനിക്ക് എന്റെ ജീവനെ കുറിച്ച് യാതൊരു പേടിയുമില്ല, ഭയമില്ലാത്തൊരു മനുഷ്യൻ. കാരണം ഞാൻ എന്റെ യേശുവിന് വേണ്ടി സമർപ്പിക്കപ്പെട്ട ഒരു വ്യക്തിയാണ്. എന്റെ യേശു എനിക്ക് കാഴ്ചപ്പാട് തന്നതനുസരിച്ച് ഞാൻ എന്റെ ജീവിതത്തിന്റെ ആപ്തവാക്യമായിട്ട് വെച്ചിരിക്കുന്നത് ഫിലിപ്പിയ ലേഖനം 1-ാം അധ്യായത്തിന്റെ 21-ാം വാക്യമാണ്. എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭവും. എന്റെ ഈ ജീവിതകാലം മുഴുവനും ഞാൻ എന്നെ തന്നെ നോക്കിയാൽ എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവാണ്. അഥവാ മരണമാണ് എന്നെ സ്വീകരിക്കുന്നെങ്കിൽ, എന്നെ എതിരേൽക്കുന്നെങ്കിൽ അത് എനിക്ക് ലാഭമാണ്. സ്തോത്രം. അതുകൊണ്ട് മരണത്തെ കുറിച്ച് എനിക്ക് ഭയമില്ല. മരണം എത്ര പ്രാവശ്യം എന്റെ ജീവിതത്തിൽ കടന്നു വന്നു എന്നുള്ളത് എണ്ണിയാൽ തീരത്തില്ല. 1972 രാജസ്ഥാനിൽ കടന്നു വന്ന 1-ാമത്തെ ദിവസം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനോട് വ്യക്തമായി പറഞ്ഞൊരു കാര്യമാണ്, ഞാൻ നിന്നെ രാജസ്ഥാനിൽ കൊണ്ടുവന്നത് എന്റെ വേലയ്ക്കായിട്ടാണ് എന്ന് സ്പഷ്ടമായി പറഞ്ഞു. എന്നോട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറഞ്ഞു, നീ എന്റെ വേലക്കാരൻ, നീ എന്റെ ശുശ്രൂഷ ചെയ്യണം. ഞാൻ ഓർത്തു പോകുകയായിരുന്നു, ദൈവത്തിന്റെ പരിശുദ്ധാത്മ എത്രയോ സന്ദർഭങ്ങളിൽ ഇതേ കാര്യം ഒരു പ്രാവശ്യമല്ല പല പ്രാവശ്യം എന്നോട് പറയും. എന്നാൽ അത്ഭുതം എന്ന് പറയട്ടെ, ഈ ദൈവവിളി എന്റെ ഉള്ളിൽ കിടക്കുമ്പോഴും എനിക്ക് ഭാഗ്യവശാൽ സെൻട്രൽ ഗവൺമെന്റ് ജോലി ലഭിക്കുവാൻ ഇടയായിത്തീർന്നു. ഞാന് വളരെ പ്രാർത്ഥിച്ചു. അപ്പോൾ അന്ന് ഞാൻ കേരളത്തിൽ നിന്ന് രാജസ്ഥാനിൽ വന്നത് പാസ്റ്റർ KV എബ്രഹാമും അദ്ദേഹത്തിന്റെ ഭാര്യ അമ്മണി കൊച്ചമ്മയുടെ കൂടെ ആയിരുന്നു. ചില ദിവസങ്ങൾ ഞാൻ അവരുടെ കൂടെ ആയിരുന്നു. അതിനുശേഷം ദൈവത്തിന്റെ കൃപയാൽ എനിക്ക് സെൻട്രൽ ഗവൺമെന്റ് ജോലി ലഭിക്കുവാൻ ദൈവം കൃപ ചെയ്തു. എങ്കിലും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് തന്നെയും പിന്നെയും എന്നോട് ശക്തമായി ഇടപെട്ടുകൊണ്ടിരുന്നു, നീ എന്റെ വേലക്കാരൻ. അപ്പോൾ ഞാൻ ജോലി ചെയ്യുന്നുണ്ട് വിശ്വസ്തയോടെ. അപ്പോൾ തന്നെ എന്നെ കൊണ്ടുപോയ കർത്താവിന്റെ ദാസൻ പാസ്റ്റർ KV എബ്രഹാം അദ്ദേഹത്തിന്റെ കൂടെ ആ സഭയില് എന്നെ കൊണ്ട് കഴിയുന്ന രീതിയിൽ ഞാൻ ശുശ്രൂഷയിൽ പോകുവാൻ ദൈവം കൃപ ചെയ്തു. അന്ന് എനിക്ക് ലോകത്തിൽ ഉള്ള പലരും, പ്രത്യേകിച്ച് ഇന്ത്യക്ക് പുറത്തുള്ള ആളുകളൊക്കെയും, പ്രത്യേകിച്ച് അമേരിക്കയിലുള്ളവരൊക്കെയും ജോലി ചെയ്താണ് കർത്താവിന്റെ വേല ചെയ്യുന്നതൊക്കെ ഞാൻ കേട്ടിട്ടേ ഉള്ളൂ. അതൊക്കെ പിന്നീടാ കേൾക്കുന്നത്. എന്നാൽ അങ്ങനെയുള്ള അനേക ദൈവദാസന്മാരെ എനിക്കറിയാം. ഞാന്
കൃപയാൽ അമേരിക്കയിൽ പോവാനും അവരുടെ ഒക്കെ കൂടെ ആയിരിക്കാൻ ദൈവം എനിക്ക് അവസരം തന്നു. അവരൊക്കെ ജോലി ചെയ്തുകൊണ്ടാണ് കർത്താവിന്റെ വേല ചെയ്യുന്നത് എന്ന് പറഞ്ഞ പോലെ അന്ന് ഈ കാര്യങ്ങളൊന്നും എനിക്കറിയത്തില്ലെങ്കിലും ഞാൻ സെൻട്രൽ ഗവൺമെന്റ് ജോലി ചെയ്യുമ്പോൾ തന്നെ എന്നെ കൊണ്ട് കഴിയുന്ന രീതിയിൽ കർത്താവിന്റെ വേലയിൽ അങ്ങേയറ്റം അധ്വാനിപ്പാൻ ദൈവം കൃപ ചെയ്തു. 10 വർഷം സെൻട്രൽ ഗവൺമെന്റ് ജോലിയിലായിരിക്കുമ്പോൾ ഞാനും എൻ്റെ സഭയിലുള്ള പാസ്റ്റർ KV എബ്രഹാമും കൊച്ചമ്മയും അവരുടെ മകൻ വില്ലി എബ്രഹാം, അതുപോലെ തന്നെ സഭയിലുള്ള ദൈവമക്കൾ ഞങ്ങള് ആ സമീപ പ്രദേശങ്ങളിലൊക്കെ പോയി സുവിശേഷം അറിയിക്കുകയും ധൈര്യത്തോടെ ദൈവവചനം ഷെയർ ചെയ്യുക ചെയ്യുവാൻ ദൈവ അവസരം തന്നു. ആ സ്ഥാനങ്ങളിലെല്ലാം ഇന്ന് അനേക സഭകള് ഉടലെടുക്കുവാൻ ഇടയായിത്തീർന്നു. എല്ലാം ഈ തദ്ദേശീയരായിരിക്കുന്ന ആളുകളാണ് ആ സഭകളിലെല്ലാം മെമ്പേഴ്സും അതുപോലെ തന്നെ ശുശ്രൂഷകന്മാരും. വലിയ വലിയ കൺവെൻഷനുകള് മുഴുവൻ ഗ്രാമവാസികളും ഒക്കെ ആയിട്ടുള്ള ആളുകള്. അപ്പൊ ഞാൻ പറഞ്ഞത് 10 വർഷം അങ്ങനെ അവിടെ ആയിരിക്കാൻ ഈ കാലയളവില് ഹിന്ദി ഭാഷ നന്നായി പഠിക്കുവാൻ ദൈവം എനിക്ക് ഭാഗ്യം തന്നു. പാസ്റ്റർ KV എബ്രഹാമിനോട് ചേർന്ന് നിന്ന് അപ്പോൾ തന്നെ ഇതേ സമയം ഉദയപൂരിലെ ഗവൺമെന്റ്സിന്ന് 40 കിലോമീറ്റർ ദൂരെയാണ് ഡോക്ടർ തോമസ് മാത്യൂസ് ഫിലദൽഫിയ ഫെലോഷിപ്പ് ചർച്ചസ് ഓഫ് ഇന്ത്യ ഇവിടെ ഹെഡ്ക്വാർട്ടറും കർത്താവിന്റെ ദാസൻ. ഞാൻ രാജസ്ഥാനിൽ വന്ന ആ ദിവസങ്ങളിൽ തന്നെ കർത്താവിന്റെ ദാസനെ പരിചയപ്പെടുവാൻ ഇടയായിത്തീർന്നു. അതെന്റെ ജീവിതത്തിലെ വലിയ ഭാഗ്യമായി ഞാൻ കരുതുകയാണ്. എൻ്റെ ഈ 73 വയസ്സിനോടകം ഇത്രയും അനുഗ്രഹിക്കപ്പെട്ട ഒരു ദൈവദാസനെ കാണുവാൻ എനിക്ക് അവസരം ലഭിച്ചിട്ടില്ല. അദ്ദേഹം 2005 കർത്താവിന്റെ സന്നിധിയിൽ ചേർക്കപ്പെട്ട ആ ദിവസം വരെയും കണ്ട ഒന്നാമത്തെ ദിവസം മുതൽ താൻ തന്റെ ശുശ്രൂഷ തികച്ച് കർത്താവിന്റെ സന്നിധി ചേർക്കപ്പെടുന്ന ആ നാൾ വരെയും അദ്ദേഹമായിട്ട് ആത്മാർത്ഥമായ ഒരു ബന്ധം, ആമേൻ, ഒരു ശുശ്രൂഷയിൽ ഐക്യതയോടെ നിന്ന് പ്രവർത്തിപ്പാൻ ദൈവ അവസരം തന്നതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഡോക്ടർ തോമസ് മാത്യൂസിന്റെ ആ പ്രസ്ഥാനത്തിന്റെ പേര് ആരംഭത്തിൽ ഞങ്ങൾ ഈ ടാർസിലെ പാസ്റ്റർ കുര്യൻ തോമസിന്റെ ചർച്ചുമായി ബന്ധപ്പെട്ടായിരുന്നു. എന്നാൽ പിന്നീടാണ് ഫിലദൽഫിയ ഫെലോഷിപ്പ് ചർച്ചസ് ഇൻ ഇന്ത്യ എന്ന് പറയുന്ന ആ ഒരു പ്രസ്ഥാനം തുടങ്ങിയത്. അതിന്റെ ആരംഭ ദിവസം മുതൽ ഇന്ന് വരെയും ആ പ്രസ്ഥാനത്തിന്റെ കൂടെ നിൽക്കുവാൻ ദൈവം എനിക്ക് അവസരം തന്നതോർത്ത് ഞാൻ നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു. ഒരു പക്ഷേങ്കിൽ എങ്ങനെ ഇത് സംഭവിച്ചു എന്ന് ചോദിച്ചാൽ അതിന് ഉത്തരം ഞാൻ തന്നെ പറയുകയാണ്. ഒന്ന്, എനിക്ക് സ്ഥാനമാനങ്ങളോ അല്ലെങ്കിൽ ഏതെങ്കിലും സാമ്പത്തിക നേട്ടങ്ങളോ അല്ലെങ്കിൽ ഒരു പേരോ പെരുമയോ ഒന്നും വേണ്ട. പാസ്റ്റർ തോമസ് മാത്യൂസിന് പാസ്റ്റർ KV എബ്രഹാമിന് ലഭിച്ചതായിരിക്കുന്ന ആ ഒരു കാഴ്ചപ്പാട്, അല്ലെങ്കിൽ മേരി ആന്റി, അവർക്ക് ശേഷം അവരെ പലരും ഡോക്ടർ പോൾ മാത്യൂസ്, ഡോക്ടർ ജോയ് പുന്നൂസ്, ഡോക്ടർ ഫിനി ഫിലിപ്പ്, അവരൊക്കെയും ഈ പ്രസ്ഥാനത്തെ നയിച്ചുകൊണ്ടിരിക്കുന്നു. ഡോക്ടർ തോമസ് മാത്യൂസിന് ലഭിച്ച ആ കാഴ്ചപ്പാട്, ദർശനത്തെ അത് ഞങ്ങളുടെ ദർശനമായി ഏറ്റെടുത്ത് അവരോട് ചേർന്ന് ആ കുടുംബത്തോട് ആ ഫിലദൽഫിയ ഫാമിലിയോട് ചേർന്ന് ഇന്ന് വരെ നിൽക്കുവാൻ പ്രവർത്തിപ്പാൻ ദൈവം അവസരം തന്നതോർത്ത് ഞാൻ ദൈവത്തിന് നന്ദി കരയുകയാണ്. ജീവിതത്തിൽ ഒരേ ഒരു താല്പര്യമേ ഉള്ളൂ. കഴിഞ്ഞ ദിവസം നമ്മുടെ പാസ്റ്റർ KV എബ്രഹാമിന്റെയും വില്ലി പാസ്റ്ററിന്റെയും ടെസ്റ്റിമണി നമ്മുടെ ചാനലിൽ പബ്ലിഷ് ചെയ്തിരുന്നു. കണ്ടു പാസ്റ്റർ. ഓക്കെ, ആ കാര്യം കൂടി ഒന്ന് സൂചിപ്പിക്കുന്നത് നല്ലതായിരിക്കും. തീർച്ചയായിട്ടും. ഓക്കെ, കണ്ടിന്യൂ. ഞാന് ഡോക്ടർ തോമസ് മാത്യൂസിനെ ഒന്നാമത്തെ ദിവസം കാണുന്നത് അന്ന് സാമ്പത്തികമായോ അല്ലെങ്കിൽ മറ്റൊരു രീതിയിലോ ഒന്നും വലിയ ഒരു നിലവാരം അന്നില്ലായിരുന്നു. വളരെ പാവപ്പെട്ട രീതിയിലായിരുന്നു, വളരെ സാധാരണമായ ഒരു സ്ഥിതിയിലായിരുന്നു അന്നത്തെയൊക്കെ ശുശ്രൂഷകൾ നടന്നു പോയിക്കൊണ്ടിരുന്നത്. എങ്കിലും എൻ്റെ ഓർമ്മ ഒന്നാമത്തെ
ദിവസം ഞങ്ങൾ ഒരുമിച്ചിരുന്ന് ആഹാരം കഴിച്ചു. അപ്പോൾ തന്നെ തന്റെ അവസാന താൻ ഈ ലോകം വിട്ട് കർത്താവിന്റെ സന്നിധിയിൽ ചേർക്കുന്ന ആ ദിവസം ഞങ്ങൾ ഒരുമിച്ച് തലേ ദിവസം, അതായത് പിറ്റേ ദിവസം രാവിലെയാണ് താന് കർത്താവിന്റെ സന്നിധി ചേർക്കപ്പെടുന്നത്. തലേ ദിവസം ഉദയപൂര് ഫിലദൽഫിയ ഫെലോഷിപ്പ് ചർച്ചസിന്റെ ഹെഡ്ക്വാർട്ടർ ചർച്ചില് ഞങ്ങൾ ദേവദാസന്മാരെല്ലാവരും ഞങ്ങൾ ഒരുമിച്ചുണ്ടായിരുന്നു. ആ കൂട്ടത്തിൽ എനിക്കും കർത്താവിന്റെ ദാസനോട് ഒരുമിച്ച് ശുശ്രൂഷയെ പങ്കുകൊള്ളുവാനും പിന്നെ ഒരുമിച്ച് ഭക്ഷണം കഴിച്ചു. അങ്ങനെ ആ ഭക്ഷണം കഴിച്ച ശേഷം ഞാനും പാസ്റ്റർ തോമസ് മാത്യൂസ് ഒരുമിച്ചാണ് ഉദയപൂരിൽ നിന്ന് എയർപോർട്ട് വരെയും വന്നത്. അവിടുന്ന് ഞങ്ങൾ അവിടെ വെച്ചാണ് യാത്ര പറയുന്നത്. ഞാൻ ചിത്തോഡ്ഗഡിനും താന് എയർപോർട്ടിൽ നിന്ന് ഡൽഹിക്കും യാത്ര തിരിക്കുവാൻ ഇടയായിത്തീർന്നു. നെക്സ്റ്റ് ഡേ മോർണിംഗില് രാവിലെ 7 മണിക്ക് ലഭിക്കുന്ന ന്യൂസ്, പാസ്റ്റർ തോമസ് മാത്യൂസ് കർത്താവിന്റെ സന്നിധി ചേർക്കപ്പെട്ട്. എനിക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. കാരണം ഞാനും പാസ്റ്റർ തോമസ് മാത്യൂസും ദാവീദും യോനാഥാനും പോലുള്ളതായിരിക്കുന്ന ഒരു ബന്ധമായിരുന്നു. അങ്ങേയറ്റം ഞങ്ങൾ അന്യോന്യം സ്നേഹിക്കുകയും കർത്താവിന്റെ വേലയിൽ മുൻപോട്ട് പോവുകയും ചെയ്തു. ഞാൻ ഇന്ന് ഈ നിലയിൽ ആയിരിക്കുന്നതിന് അനേക വ്യക്തികളുടെ, അനേക പ്രിയപ്പെട്ടവരുടെ കൈത്താങ്ങലുണ്ട്. അതിൽ നമ്പർ 1 തൃശ്ശൂര് ആൽപ്പാറ IPC സഭയിലെ CV മാത്യു സാർ എന്ന് പറയും, ഗുഡ് ന്യൂസിന്റെ ചീഫ് എഡിറ്റർ. അദ്ദേഹം തൃശ്ശൂര് എന്റെ സഭയിലെ വിശ്വാസിയാണ്. ആ CV മാത്യു സാറാണ് എന്നെ ക്രിസ്തീയ ജീവിതത്തിലെ ആദ്യ പാഠങ്ങളിലേക്ക് എന്നെ കൈപിടിച്ച് നടത്തിയത്. 2, ആ സഭയിലെ തന്നെ എന്റെ വേണ്ടപ്പെട്ട ഒരു അമ്മച്ചിയാണ് ലില്ലി അമ്മച്ചി. ലില്ലി ചേർത്തി എന്ന് ഞങ്ങൾ സ്നേഹത്തോടെ വിളിക്കുന്നു, ആ അമ്മച്ചി. അത് കഴിഞ്ഞാൽ എന്റെ ജീവിതത്തിലെ ഏറ്റവും ഇമ്പാക്ട് ചെയ്ത ആളാണ് പാസ്റ്റർ KB എബ്രഹാമും അമ്മച്ചിയും അവരുടെ മകൻ വിലി എബ്രഹാമും. കഴിഞ്ഞ ദിവസം അരോമ TVയില് പാസ്റ്റർ KB എബ്രഹാമിന്റെയും വിലി എബ്രഹാമിന്റെയും ഒക്കെ സാക്ഷ്യം വന്നത് കേൾക്കുവാൻ എനിക്കും അവസരം ലഭിച്ചു. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു സാക്ഷ്യമാണ്, ജീവിതമാണ്. ഞാൻ തോമസ് മാത്യൂസിനെ കുറിച്ച് പറഞ്ഞതുപോലെ തന്നെ എനിക്ക് വളരെ ധൈര്യമായി പറയാം, പാസ്റ്റർ KB എബ്രഹാമിനെ തൃശ്ശൂര് റെയിൽവേ സ്റ്റേഷനിൽ കണ്ട ആ ദിവസം മുതൽ ഇന്നുവരെയും ഞങ്ങൾ അതേ സ്നേഹബന്ധത്തിൽ ഇന്നുവരെയും ഒരു വാക്കിന് പോലും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു സ്വരച്ചേർച്ചയോ ഒരു ഭിന്നിപ്പോ ആയിട്ടില്ല. താൻ ഇന്ന് അമേരിക്കയിലാണെങ്കിലും അമേരിക്കയിൽ ഷിക്കാഗോ പട്ടണത്തിൽ പാസ്റ്റർ വിലി എബ്രഹാമിനോടും കുടുംബത്തോടും അപ്പച്ചനോടും അമ്മച്ചിയോടും ഒക്കെ ചേർന്ന് ആ വീട്ടില് ഞങ്ങൾക്ക് സന്തോഷിപ്പാൻ, ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും ഒക്കെ അവസരം ലഭിച്ചു എന്നുള്ളത് ഈ തരുണത്തിൽ ഞാൻ ഓർപ്പിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. പിന്നെ കുവൈറ്റ്, ഇവിടുന്ന് ഞാൻ എൻ്റെ ജോലി കളഞ്ഞ് കുവൈറ്റിൽ പോയി. കുവൈറ്റിൽ ചെന്ന് 1-ാമത്തെ ദിവസം 1980 ഓഗസ്റ്റ് മാസം 28-ാം തീയതിയാണ് ഞാൻ കുവൈറ്റിൽ ചെല്ലുന്നത്. ഞാൻ കുവൈറ്റിൽ ചെന്ന് ഇറങ്ങിയ ദിവസം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞു, മോനെ ജോണി, ഞാൻ നിന്നെ ജോലിക്കല്ല എന്റെ ശുശ്രൂഷയ്ക്കായി കൊണ്ടുവന്നു പറഞ്ഞു. അങ്ങനെ ഞാൻ ആ ശബ്ദം കേട്ടു, ഏറ്റെടുത്തു. നെക്സ്റ്റ് ഡേ എനിക്ക് അവിടെ ആരും പരിചയമില്ല. ഞാൻ എൻ്റെ ബൈബിള് എൻ്റെ കയ്യിലെടുത്തുകൊണ്ട്, എനിക്ക് ഭാഷ അറിയത്തില്ല, എന്നാൽ ഞാൻ എൻ്റെ ബൈബിൾ എടുത്ത് ഞാൻ പല സ്ഥാനങ്ങളിൽ വണ്ടി കയറി ആരെങ്കിലും ക്രിസ്ത്യാനികളെ കാണുമെങ്കിൽ എനിക്ക് ചോദിച്ച് പള്ളിയിൽ പോകണം. എന്നെ കൊണ്ടുപോയത് എൻ്റെ ഒരു മാവിയാണ്, അവർ യാക്കോബക്കാരാ. അപ്പോൾ അവർക്ക് ഇതിനകത്ത് അത്രയും താല്പര്യമില്ലെങ്കിലും ആമേൻ, ഞാന് സ്വയമായിട്ട് ഒരു സ്റ്റെപ്പ് എടുത്തു. ഞാൻ വണ്ടി കയറിയപ്പോൾ ഒരു അച്ചായനെ കിട്ടി. ഒരു അച്ചായനും 2-3 സഹോദരിമാരും ഒരു വണ്ടിയില് ബൈബിളും പിടിച്ചോണ്ട് പോവാ. ഞാൻ ചോദിച്ചു, അച്ചായ പെന്തക്കോസ്തുകാരനാണോ എന്ന് ചോദിച്ചു. അതെന്ന് പറഞ്ഞു. എവിടെ പോവുകയെന്ന് പറഞ്ഞു. ഞങ്ങൾ പള്ളി പോയിച്ച് മടങ്ങി വരിക എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് ഒരു പെന്തക്കോസ്ത് പള്ളിയിൽ പോകണം. അപ്പോൾ ഭാഗ്യവശാൽ ആ അടുത്ത സ്റ്റോപ്പില് അവരിറങ്ങിയച്ച് ആ അച്ചായൻ എന്നെ അതേ വണ്ടിയിൽ തിരിച്ച്
ആ ഒരു സ്ഥാനം കാണിച്ചു തന്നു. പിറ്റേ ദിവസം ഞാൻ ആ പള്ളി ഭാഗ്യവശാൽ, അതും ഒരു IPC ചർച്ച് ആയിരുന്നു, പെന്റക്കോസ്റ്റൽ ചർച്ച് ഓഫ് കുവൈറ്റ് PCK എന്ന് പറയുന്ന സഭയില് ഒരു ഉപവാസ പ്രാർത്ഥനയിൽ പോയി. അവിടെ അന്ന് ഈ ഉപവാസ പ്രാർത്ഥന നടക്കുന്ന ഒരു വീട്ടിലായിരുന്നു. ഞാൻ ലാസ്റ്റ് കോർണറിൽ പോയി ഇരുന്നു. ഞാൻ വലിയ ആളാണ്, വിശ്വാസിയാണ്, പാസ്റ്ററാണെന്നൊന്നും കാണിച്ചില്ല. ഒരു പാവപ്പെട്ട ഒരു ദൈവദാസൻ, ഒരു വിശ്വാസിയെ പോലെ പോയി. ഞാൻ ഇന്നും മുട്ടയിലിരുന്ന പ്രാർത്ഥിക്കുന്നത്. അപ്പൊ പോയി ആ ലാസ്റ്റ് കോർണറിൽ പോയി ഇരുന്നു. ഒരു ദൈവദാസൻ ശുശ്രൂഷ കൊണ്ടിരുന്നപ്പോൾ എന്നോട് ശക്തമായി പറഞ്ഞു, മോനെ, എന്നോട് ദൈവം പേഴ്സണലായിട്ട് സംസാരിച്ച അതേ വചനം ദൈവത്തിന്റെ ദാസനെ കൂടെ എന്നോട് പറയുവാനിടയായിത്തീർന്നു. എന്തിനു പറയുന്നു? ഞാൻ ഒരു മാസം എന്റെ മാവിയുടെ കൂടെ താമസിച്ചു. ഒക്ടോബർ 1-ാം തീയതി ഞാന് അവിടുന്ന് ഏകദേശം 100 കിലോമീറ്റർ ദൂരെ ഫഹാഹീൽ എന്ന് പറയുന്ന സ്ഥലത്ത് താമസിക്കുവാൻ പോയി. അന്ന് ഈ ബസ്സിൽ വെച്ച് കണ്ട അച്ചായൻ, ഉമ്മച്ചായൻ അദ്ദേഹത്തിന്റെ പേര്, അച്ചായനോട് ഞാൻ പറഞ്ഞു, എനിക്ക് കർത്താവിന്റെ വിളിയുള്ളവനാ, ഞാൻ കർത്താവിന്റെ വേദിയില് രക്ഷിക്കപ്പെട്ട നാള് മുതൽ, സ്കൂളിൽ പഠിക്കുന്ന കാലത്താണ് രക്ഷിക്കപ്പെട്ട, സ്കൂളിലും കോളേജിലും 10 വർഷം സെൻട്രൽ ഗവൺമെന്റ് ജോലി ചെയ്തപ്പോഴും അവിടെ എല്ലാം ആയിരങ്ങളോട് സുവിശേഷം പറഞ്ഞ ഒരു അനുഭവം, ഒരു തീയ് എന്റെ ഉള്ളിലുണ്ട്. ഉമ്മച്ചായ, നമുക്ക് എവിടെയെങ്കിലും പോയി പലരോടും സുവിശേഷം അറിയിക്കുകയും നമുക്ക് പ്രാർത്ഥിച്ച് അന്ന് ആ ദേശങ്ങളിൽ കുവൈറ്റ് PCK എന്ന് പറയുന്ന അതിന്റെ ചർച്ച് 150 കിലോമീറ്റർ ദൂരെയാണ്. അപ്പോൾ അവിടെ എല്ലാവർക്കും പോകാനൊന്നും പറ്റത്തില്ല. അന്ന് ഇത്രയും സൗകര്യങ്ങളും ഇല്ലല്ലോ. അപ്പോൾ ഞാൻ ഉമ്മച്ചായനോട് പറഞ്ഞനുസരിച്ച് ഞാനും ഉമ്മച്ചായനും കൂടെ ഒരു വീട്ടിൽ പോയി. അവിടെ ഭാര്യയും ഭർത്താവും MA യോഹന്നാൻ, അദ്ദേഹത്തിന്റെ ഭാര്യയുടെ പേര് വത്സമ്മ യോഹന്നാൻ, അവരുടെ വീട്ടിൽ പോയി. ഞാൻ ഇന്നും ഓർക്കുന്നു, 1980 ഒക്ടോബർ മാസം 1-ാം തീയതി ഒരു വീട്ടില് ആ ഭാര്യയും ഭർത്താവും ഉമ്മച്ചായനും ഞാനും ഞങ്ങള് ചേർന്ന് ഒന്ന് പ്രാർത്ഥിച്ചു. അതൊരു വീട് വിസിറ്റ് പോലെ ഉള്ളൂ. എന്നാൽ പിന്നീട് അതിന്റെ അനന്തര ഫലം എന്ന് പറയുന്നത്, ഞങ്ങളുടെ ആ ഒരു പ്രാർത്ഥന അത് വളർന്ന് പന്തലിക്കുവാൻ ദൈവം കൃപ ചെയ്തു. അതൊരു വലിയ പ്രസ്ഥാനമായി തീരുവാനിടയായിത്തീർന്നെങ്കിലും ജോണി P. എബ്രഹാം ജീവിതത്തിൽ തന്റെ ഒരു സ്വന്തം പ്രസ്ഥാനമോ താൻ ഒരു വലിയ ആളാണെന്നോ ലീഡർ ആണെന്നോ ഒരിക്കൽ പോലും അഭിനയിച്ചിട്ടില്ല. അതിന്റെ ക്രെഡിറ്റ് വേണ്ട, എനിക്ക് പേരും ഒന്നും വേണ്ട. എന്തെങ്കിലും ചെയ്യുന്നെങ്കിൽ അതിന്റെ മഹത്വം കർത്താവിന് മാത്രമായിരിക്കണം എന്നുള്ളതായിരിക്കുന്ന താല്പര്യക്കാരനാണ്. അത് അങ്ങനെ ഒരു മലയാളം സർവീസ് ആരംഭിച്ചു. അതിനകത്ത് IPC-ക്കാരും ചർച്ച് ഓഫ് ഗോഡുകാരും അസംബ്ലീസ് ഗോഡുകാരും ഷാരോനും TPM-ഉം എല്ലാം, അതുപോലെ തന്നെ രക്ഷയുടെ അനുഭവത്തിലേക്ക് വന്നിട്ടുള്ള പലരും ചേർന്നു. അതോടൊപ്പം തന്നെ അവിടെ പല ഭാഷക്കാരുണ്ടായിരുന്നു. അവർക്കൊക്കെയും വേണ്ടി ഞാനൊരു ഇംഗ്ലീഷ് ഫെലോഷിപ്പ് ആരംഭിച്ചു, കുവൈറ്റ് പ്രെയർ ഫെലോഷിപ്പ്. അത് അനേക ദേശക്കാര്, 8 ദേശക്കാര്, വിദേശികള്, ഇന്ത്യയിൽ നിന്ന് 18 സ്റ്റേറ്റിലുള്ള ആളുകള് ആ പ്രാർത്ഥനയിൽ അറ്റൻഡ് ചെയ്യുവാനിടയായിത്തീർന്നു. അത് അനേകർ രക്ഷിക്കപ്പെടുവാനും സ്നാനപ്പെടുവാനും കർത്താവിന്റെ വചനം പഠിക്കുവാനും പഠിപ്പിക്കുവാനും അനേകരെ ദൈവത്തിന്റെ വേലയ്ക്ക് തയ്യാറാക്കുവാനും ഇടയായിത്തീർന്നു. എന്റെ 10 വർഷത്തെ കുവൈറ്റിലെ അനുഭവം എന്ന് പറയുന്നത് സ്വർഗതുല്യമായിരിക്കുന്ന ഒരനുഭവമായിരുന്നു. ആയിരങ്ങളെ കർത്താവിന് വേണ്ടി നേടുവാൻ കർത്താവ് കൃപ ചെയ്തു. ഫഹാഹീലിൽ വീട്ടിൽ ആരംഭിച്ച ആ പ്രാർത്ഥന പിന്നീട് അവിടുന്ന് ഒരല്പ ദൂരം അഹമ്മദി എന്ന് പറയുന്ന സ്ഥലത്ത് ചർച്ചില് ആ പ്രാർത്ഥന തുടരുവാൻ കർത്താവ് കൃപ ചെയ്തു. പിന്നീട് അല്പകാലം കഴിഞ്ഞപ്പോൾ ആമേൻ, കമ്മ്യൂണിസ്റ്റ് സിദ്ധാന്തം പോലെ വളരും തോറും പിളരും വളരും എന്ന് പറയുന്ന പോലെ ആമേൻ, കുറെ വർഷങ്ങള് എല്ലാവരും ഐക്യമത്യത്തിൽ പോയെങ്കിലും അത് പിന്നെ പല ശാഖകളായി പിരിയുവാനിടയായിത്തീർന്നു. വളരെ സന്തോഷത്തോടെ പറയട്ടെ, 1 കൊരിന്ത്യർ 11-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, നിങ്ങളുടെ ഇടയിൽ ഭിന്നതകൾ ഉണ്ടാകേണ്ടത് ആവശ്യം. എന്തിനാന്ന് വിചാരിച്ചാൽ കൊള്ളാകുന്നവര്
ആരാന്ന് അറിയണമെങ്കിൽ പിളർച്ചകൾ ഉണ്ടാകണമല്ലോ, ഭിന്നതകൾ ഉണ്ടാകണം. ഉണ്ടായി. എന്നാൽ ധൈര്യത്തോടെ പറയട്ടെ, ആ ഏരിയയിൽ 100 കണക്കിന് ചർച്ചുകള് സ്ഥാപിക്കുവാൻ ദൈവം കൃപ ചെയ്തു. എന്റെ ഒന്നും എടുക്കുക, അല്ലെങ്കിൽ എന്റെ കൂടെ ഉണ്ടാകും. ദൈവം അതാത് സമയത്ത് ഓരോരുത്തരെ എടുത്ത് ഉപയോഗിക്കുന്നു എന്ന് മാത്രം ധൈര്യത്തോടെ പറയുവാൻ എനിക്ക് സന്തോഷമുണ്ട്. അതിന്റെ ഒന്നും ക്രെഡിറ്റ് ഞാൻ എടുക്കുവാനല്ല പറഞ്ഞത്. എന്നാൽ പാവപ്പെട്ട ഒരുത്തനെ എന്റെ ജീവിതാനുഭവത്തിൽ നിന്ന് ഞാൻ ലോകത്തോട് പറയുന്ന ഒരു സത്യം എന്താണെന്ന് ചോദിച്ചാൽ, ദൈവത്തിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുന്ന ഒരു മനുഷ്യനെ ദൈവം എങ്ങനെ ഉപയോഗിക്കുമെന്നുള്ളത് ഞാൻ പഠിച്ചത് എന്റെ ചെറുപ്രായത്തിൽ തന്നെയാണ്. എങ്ങനെയാണെന്ന് വിചാരിച്ചാൽ, D.L. മൂഡി എന്ന് പറയുന്ന ഒരു മഹാ മനുഷ്യനെ കുറിച്ച് എനിക്ക് ചെറുപ്പത്തിൽ തന്നെ വായിക്കുവാൻ ഇടയായിത്തീർന്നു. അദ്ദേഹം ആദ്യമായിട്ട് അമേരിക്കയിൽ നിന്ന് ലണ്ടനിൽ പോയ സമയത്ത് ഒരു 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 പൂന്തോട്ടത്തിൽ താൻ അവിടെ ഇരിക്കുന്ന സമയത്ത് ഡോക്ടർ വാർലി ഹെൻറി എന്ന് പറയുന്ന ഒരു മഹാമനുഷ്യനുമായിട്ട് പരിചയപ്പെടുവാൻ ഇടയായിത്തീർന്നു. അദ്ദേഹം D.L. മൂഡിയോട് പറഞ്ഞ ഒരു വാചകമാണ്, ഞാൻ അത് ഇംഗ്ലീഷിലാണ്, അത് നല്ല രീതിയിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. The world has yet to see what God will do with such a man who totally committed his life for the whole will of God. ദൈവത്തിനു വേണ്ടി പൂർണ്ണമായി സമർപ്പിക്കപ്പെട്ട ഒരു ജീവിതത്തെ കൊണ്ട് ദൈവം എന്ത് ചെയ്യുവാൻ പോകുന്നു എന്നുള്ളത് ലോകം ഇതുവരെയും സ്വപ്നത്തിൽ പോലും കണ്ടിട്ടില്ല. D.L. മൂഡി പറഞ്ഞു, എനിക്ക് ആ മനുഷ്യനാകണമെന്ന് പറഞ്ഞ് ഡോക്ടർ വാർലി ഹെൻറിയുടെ മുൻപിൽ മുട്ടുകുത്തുവാൻ ഇടയായിത്തീർന്നു. ഇത് വായിച്ച അതേ ദിവസം ഈ പാവപ്പെട്ട ദൈവത്തിന്റെ ദാസൻ ദൈവസന്നി മുട്ടുമടക്കി ഞാൻ പറഞ്ഞു, കർത്താവേ, ആ മനുഷ്യൻ എനിക്കാകണം. ഞാൻ എന്നെ തന്നെ നിനക്ക് വേണ്ടി സമർപ്പിക്കുന്നു. ഞാൻ നിന്റെ സ്വന്തം, നീ എന്റെ സ്വന്തം എന്ന് ഒരു സമർപ്പണം അന്ന് ചെയ്യുവാൻ എനിക്കിടയായിത്തീർന്നു. ഞാൻ അതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. അതേ സമയത്ത് തന്നെ ഞാന് മാർട്ടിൻ ലൂതർ കിങ് ജൂനിയർ എന്ന് പറയുന്ന ഒരു ദൈവദാസന്റെ അനുഭവം എനിക്കറിയാം. അതിനകത്ത് എനിക്കറിയാവുന്ന ഏറ്റവും മുഖ്യമായ വിഷയം അദ്ദേഹം പറഞ്ഞൊരു വേർഡാണ്, ഒരു സെന്റൻസ് ആണ്, I have a dream. എനിക്കൊരു സ്വപ്നമുണ്ട്. യെസ്, ഞാൻ ഇന്ന് എന്റെ ഈ സാക്ഷ്യത്തിൽ കൂടെ വളരെ സ്ട്രോങ് ആയിട്ട് പറയുവാൻ ആഗ്രഹിക്കുന്ന ഒരു സത്യം ഇതാണ്. എന്നെ കേൾക്കുന്ന ദൈവദാസന്മാര്, ദൈവമക്കള് അല്ല ആരുമാകട്ടെ, നിങ്ങൾ ഒരു സ്വപ്നമുള്ള ഒരു മനുഷ്യനായി മാറണം. ഒരു സ്വപ്നമുള്ള മനുഷ്യനാണെങ്കിൽ ആ സ്വപ്നങ്ങളെ പൂർത്തീകരിക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. ഇന്ന് ഈ അരോമ ടിവിയിൽ കൂടെ ഞാൻ സംസാരിക്കുമ്പോൾ ജീവിതത്തിൽ ഏതെങ്കിലും നിലയിൽ നിരാശയോടെ ദുഃഖത്തോടെ എന്റെ ജീവിതം കൊണ്ട് ആർക്ക് എന്താണ് പ്രയോജനമെന്ന് ആരെങ്കിലും ചിന്തിക്കുന്നെങ്കിൽ ഇന്ന് നിങ്ങൾ കർത്താവിനോടൊന്ന് പ്രാർത്ഥിക്കുക. കർത്താവേ, എന്നെ ഒരു സ്വപ്നങ്ങളുള്ള മനുഷ്യനാക്കി മാറ്റണമേ, എനിക്കൊരു ദർശനം തരണമേ, നിന്റെ വഴി എന്നെ കാണിച്ചു തരണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കാമെങ്കിൽ ദൈവം അത് ചെയ്യും. പുറപ്പാട് പുസ്തകം 33-ാം അധ്യായത്തില് മോശ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത്, ദൈവമേ, നിന്റെ വഴി എന്നെ കാണിച്ചു തരണമേ. ഈ സ്വപ്നങ്ങൾ ലഭിച്ച, ദർശനം ലഭിച്ച ഞാന് എന്റെ ദൈവത്തോട്, അവൻ ദൈവത്തിന്റെ സന്നിധിയിൽ പൂർണ്ണമായി സമർപ്പിക്കപ്പെട്ടപ്പോൾ ദൈവം എന്നെ എടുത്ത് ഉപയോഗിച്ചു. അപ്പൊ ഞാൻ ലോകത്തോട് പറയുന്ന ഒരു സാക്ഷ്യമുണ്ട്. നിങ്ങളുടെ പഠിപ്പോ, നിങ്ങളുടെ പാരമ്പര്യമോ, നിങ്ങളുടെ കഴിവുകളോ ഇതൊന്നുമല്ല ദൈവത്തിന് വേണ്ടിയത്. ദൈവത്തിന് വേണ്ടിയത് നിങ്ങളെ കർത്താവ് വിളിക്കുമ്പോൾ നിങ്ങൾ അവൈലബിൾ ആണോ, നിങ്ങളെ ലഭിക്കുമോ എന്നുള്ളതാണ്. ആർ യു അവൈലബിൾ? അപ്പോൾ കർത്താവ് നമ്മൾ വിളിക്കും, ജോണി എന്ന് വിളിക്കുമ്പോൾ
യെസ്, ഹിയർ ആം മൈ ലോർഡ്, ഞാൻ ഇവിടെയുണ്ട് കർത്താവേ എന്ന് പറയുവാൻ താല്പര്യമുള്ള, ആമേൻ, തയ്യാറുള്ള ആരെങ്കിലും എന്റെ ഈ സാക്ഷ്യം കേൾക്കുന്നെങ്കിൽ ഇന്ന് നിങ്ങളുടെ ജീവിതം കർത്താവിന് വേണ്ടി സമർപ്പിച്ചു കൊടുക്കുക. ഞാന് D.L. മൂഡിയുടെ അനുഭവത്തിൽ നിന്ന് ഞാൻ എന്റെ കർത്താവിന്റെ കരങ്ങളിലേക്ക് എന്നെ തന്നെ സമർപ്പിച്ചു കൊടുത്തു. എന്റെ ജീവിതം എന്റെ ദൈവം പാടെ മാറ്റിമറിച്ചു. എനിക്ക് പല പ്രാവശ്യം അമേരിക്കയിൽ പോലുള്ള ഭാഗ്യം ലഭിച്ചെങ്കിലും 2 പ്രാവശ്യം ഞാൻ ഈ D.L. മൂഡിയുടെ ആ ചർച്ചയിൽ കടന്നു പോവാൻ എനിക്ക് അവസരം തന്നു. ഞാൻ ആ മഹാ മനുഷ്യനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. ഒരു വ്യക്തി തന്റെ ജീവിതം പൂർണ്ണമായി ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്ത ഒരു വ്യക്തി ജീവിതത്തെ കൊണ്ട് ദൈവം ചെയ്ത വൻ കാര്യങ്ങള് ഞാന് അതുപോലെ സമർപ്പിക്കപ്പെട്ട ഒരു മനുഷ്യനാ ഞാനും. അതുകൊണ്ട് ഈ രാജസ്ഥാന്റെ മരുഭൂമിയിൽ ഇത്രയും കാലം ദൈവം എന്നെ നടത്തി. ശുശ്രൂഷ കാലയളവിൽ അനേക പ്രതിസന്ധികള് എന്റെ ജീവിതത്തിൽ കടന്നു വന്നിട്ടുണ്ട്. 1974 ആദ്യമായി ജയിലിൽ പോകുവാൻ എനിക്ക് അവസരം ലഭിച്ചു. 1987 ഞാൻ സോളിറ്ററി കൺഫൈൻമെന്റിൽ, ഏകാന്ത തടവ്, എനിക്ക് സോളിറ്ററി കൺഫൈൻമെന്റ് ഒരു വലിയ കുറ്റം ചുമത്തി എന്നെ ജയിലിലിടുവാൻ ഇടയായിരുന്നു. 1990 ഞാൻ ഒരു പ്രിസണർ ഓഫ് വാർ ആയി ശത്രുവിന്റെ കയ്യിൽ ഏൽപ്പിക്കപ്പെട്ടു. 1991-92 വർഷങ്ങൾ ഞാൻ ആയിരുന്ന സ്ഥാനത്ത് എന്നും എനിക്ക് ഭീഷണിയായിരുന്നു. 1993 സെപ്റ്റംബർ 23 ആമേൻ, എന്നെ കൊന്നുകളയുമെന്നും എന്റെ കുടുംബത്തെ തീ വെച്ച് ചുട്ടുകളയുമെന്ന് ഭീഷണി മുഴക്കി. 1997 മാർച്ച് മാസം 3 പട്ടാപ്പകല് 10:30 മണിക്ക് ഉദയപൂർ പട്ടണത്തിൽ വെച്ച് ക്രിസ്തു വിരോധികൾ എന്നെ തല്ലി ചത്ത ശവം പോലെ എന്നെ വലിച്ചെറിഞ്ഞു കളഞ്ഞു. 1998 ജനുവരി മാസം 3 ഞാൻ ചിത്തോടുകടി വന്നു. 98-99 2 വർഷങ്ങൾ ആമേൻ 100 കണക്കിന് എന്നെ ഭീഷണിപ്പെടുത്തുവാൻ ഇടയായിത്തീർന്നു. എങ്കിലും മനുഷ്യന്റെ ഭീഷണികള് എനിക്ക് ഭയമില്ല. കാരണം ദൈവവചനത്തിൽ പറയുന്നുണ്ട്, ആമേൻ, മനുഷ്യർ നിന്നെ എന്തൊക്കെ ചെയ്യാൻ നിന്റെ പുറകാലെ പിടിച്ചാലും നിന്റെ ജീവൻ ദൈവത്തിന്റെ ഭാണ്ഡക്കെട്ടിൽ വെച്ചിരിക്കുകയാണ്. ആ വചനം എനിക്ക് വളരെ സുരക്ഷിതത്വം തരുന്നു. എന്റെ യേശുവിന്റെ കരങ്ങളിലാണ് എന്റെ ജീവൻ എന്ന് ഞാൻ വ്യക്തമായി ശക്തമായി വിശ്വസിക്കുന്നു. ഞാൻ എന്റെ യേശുവിനെ കണ്ടുമുട്ടിയ ആ ദിവസം തന്നെ എനിക്കൊരു ഉറപ്പ് കിട്ടി, ഞാൻ എന്റെ യേശുവിന്റെ കരങ്ങളിൽ സുരക്ഷിതമാണ്, സുരക്ഷിതമാണ്, സുരക്ഷിതമാണ്. എന്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ പറയട്ടെ, ജീവിതത്തിൽ എത്രയോ പ്രതിസന്ധികൾ കരയേറി വന്നു, അവിടെ ഒന്നും കുലുങ്ങിയിട്ടില്ല. 1990 ജൂലൈ മാസം 31 മിഡ് നൈറ്റിലാണ്, അഥവാ ഓഗസ്റ്റ് മാസം 1 ഇൻവേഷൻ ഉണ്ടായത്. ആ ഇൻവേഷൻ ഉണ്ടായെന്ന് അറിയാതെ ഓഗസ്റ്റ് 1 ഏർലി മോർണിംഗ് ഞാൻ ഡ്യൂട്ടിക്ക് പോകുമ്പോഴാണ് എന്നെ ശത്രുക്കളെ പിടിച്ചത്. ഞാന് പ്രസിഡന്റ് ഓഫ് വാറായി അവരുടെ കയ്യിൽ പോയി. അവിടുന്ന് രക്ഷപ്പെട്ടത് തന്നെ ദൈവത്തിന്റെ മഹാത്ഭുതം എന്ന് പറഞ്ഞാൽ മതി. കാരണം ദൈവത്തിന് എന്നെ കുറിച്ചൊരു വലിയ പ്ലാനും പദ്ധതിയും ഉണ്ടായിരുന്നു. അതുകൊണ്ട് അവരുടെ കയ്യിൽ നിന്ന് ദൈവം എന്നെ അത്ഭുതകരമായി വിടുവിച്ചു. ദൈവത്തിന് സ്തോത്രം. പിന്നെ ഞാന് കുവൈറ്റിലെ ജോലി രാജിവെച്ചിട്ടാണ് കർത്താവിന്റെ വേലയ്ക്ക് വന്നതെന്ന് എനിക്ക് പറയാൻ പ്രാഗൽഭ്യമില്ല. കാരണം ഈ കുവൈറ്റിൽ ഇൻവേഷൻ ഉണ്ടായപ്പോൾ ഞങ്ങൾക്ക് നാട് കടന്നു പോരാൻ ഒരു സാധ്യതയുമില്ല. എന്നാൽ ഞങ്ങൾക്ക് ഒരു ഭയവുമില്ലായിരുന്നു. ഞാനും എൻ്റെ സഹോദരിയും കുടുംബവും ഒക്കെ ഉണ്ട്. അങ്ങനെ ഒത്തിരി ഇതുകൾ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു 3 മാസത്തെ സമയം കഴിഞ്ഞിട്ടാണ് ഞങ്ങൾക്ക് ആർക്കെങ്കിലും മടങ്ങി വരണമെങ്കിൽ വരാനുള്ളതായിരിക്കുന്ന ഒരു സാഹചര്യം ലഭിച്ചത്. അന്ന് ആ 3 മാസം എന്റെ ജീവിതത്തിലെ ഗോൾഡൻ ടൈം ആയിരുന്നു.
കാരണം സ്വന്തമായി വാഹനം ഉണ്ടായിരുന്നു. വാഹനത്തിലൊക്കെ നമ്മൾ പോകുമ്പോൾ നമ്മുടെ പേഴ്സും വാച്ചും പിന്നെ പാസ്പോർട്ടും നമ്മുടെ കയ്യിൽ എന്തൊക്കെയുണ്ടോ അതൊക്കെ അവര് മിലിറ്ററിക്കാർ വാങ്ങിക്കുമായിരുന്നു. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ട്. പക്ഷെങ്കിൽ ദൈവത്തിന്റെ കൃപയെ ഞാൻ പറയട്ടെ, 3 മാസക്കാലം ആ പട്ടണത്തിന്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെയും ഓടി കർത്താവിന് വേണ്ടി സാക്ഷിപ്പാൻ ദൈവം അവസരം തന്നു. മറ്റൊരു പാസ്റ്റർമാർക്കും മറ്റൊരു പ്രിയ കാണും കേട്ടോ, ആരെങ്കിലും ഒക്കെ കാണും. എങ്കിലും ഞാൻ നല്ല തന്റെ ഇടമായിട്ട് നല്ല വിശ്വസ്തയോടെ എനിക്ക് പറയുവാൻ കഴിയുന്നത്, യാതൊരു ഭയവും കൂടാതെ അനേകരോട് സാക്ഷ്യം പറയുവാൻ ദൈവം ഇടയാക്കി തീർത്തു. അതില് ഒരു വ്യക്തിയുടെ കാര്യം പറയുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. നമ്മുടെ IPCയുടെ അതിന്റെ സ്ഥാപകനായിരുന്ന ഉണ്ണുണ്ണി സാറിന്റെ കൊച്ചു മകൻ ജോയൽ എന്നാണ് അവന്റെ പേര്. അവൻ രക്ഷിക്കപ്പെട്ടത് ആ സമയത്താണ്. ഞാൻ അതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ആ വാത്സല്യ കുഞ്ഞ് അവൻ രക്ഷിക്കപ്പെട്ട നാളിൽ അവൻ ആത്മാർത്ഥമായിട്ട് കരഞ്ഞ് കണ്ണുനീരോടെ എൻ്റെ ഈ 64 വർഷത്തെ ക്രിസ്തീയ ജീവിത അനുഭവത്തില് ഞാൻ വളരെ ധൈര്യത്തോടെ പറയുവാൻ സാധിക്കുന്ന, എൻ്റെ ജീവിതത്തിൽ ഇതുപോലെ ദൈവസന്നിധിയില് താഴ്മയോടെ വിനയത്തോടെ നുറുങ്ങിയ ഹൃദയത്തോടെ കർത്താവിനെ സ്വീകരിച്ചിട്ടുള്ള ഒരു അനുഭവം ജോയൽ മോന്റെ. അവൻ ഇന്ന് കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുന്ന ഒരു പൈതല. ദൈവത്തിന് സ്തോത്രം. പിന്നെ എന്റെ ജീവിതത്തില് ഈ കഷ്ടതയുടെ ഒക്കെ മധ്യത്തിൽ കടന്നു ഒരു കാര്യം, 1987 എന്നെ കുറ്റം ചുമത്തി സോളിറ്ററി കൺഫൈൻമെന്റ് ഏകാന്ത ജയിലിലിട്ടു. അവിടെ ഞാൻ അവിടെ ആയിരിക്കുന്ന സമയത്ത് അതിനകത്ത് കയറിയപ്പോൾ ഈ സോളിറ്ററി കൺഫൈൻമെന്റ് എന്നൊന്നും പറഞ്ഞാൽ സാധാരണക്കാർക്ക് മനസ്സിലാകത്തില്ല. എന്നെ ഏത് സ്ഥാനത്താണ് കൊണ്ടുപോയി ഇട്ടത് എന്ന് എനിക്കും അറിയത്തില്ല, ലോകത്തിൽ ഒരു മനുഷ്യനും അറിയത്തില്ല. അനേക ഗേറ്റുകൾ കടന്നാണ്, ഇരുമ്പ് വാതിലുകൾ. പത്രോസിന്റെ അനുഭവത്തിൽ പറയുന്ന പോലെ 1-ാം കാവലും 2-ാം കാവലും എന്നൊക്കെ പറയുന്ന പോലെ അനേക കാവലുകൾ കടന്ന്, ഇരുമ്പ് വാതിലുകളെ കടന്നാണ് എന്നെ ഒരു റൂമിൽ കൊണ്ട് ഇട്ടത്. 3 ദിവസം ഞാൻ ആ റൂമിലായിരുന്നു. എന്നാൽ ഈ പല ഗേറ്റുകൾ കടന്ന് ഈ റൂമിലേക്ക് എന്നെ കയറ്റിയപ്പോൾ പെട്ടെന്ന് എന്റെ മനസ്സിൽ വന്ന ഒരു ചോദ്യം അത് ഇതായിരുന്നു: കർത്താവേ, ഇത്രയും കാലം നിന്നെ സേവിച്ചതിന്റെ ഫലമാണോ ഇത്? പറഞ്ഞ് തീരുന്നതിന് മുൻപ് എനിക്ക് യോഹന്നാൻ സ്നാപകനെ ഓർമ്മ വന്നു. യോഹന്നാൻ സ്നാപകനും ഇതുപോലെ ഒരു തെറ്റുപറ്റി. താൻ ജയിലിലായിരുന്നപ്പോൾ തന്റെ ശിഷ്യന്മാരെ അയച്ച് യേശുവിനോട് ചോദിക്കാൻ പറഞ്ഞു, നീ തന്നെയാണോ ആ വരുവാനുള്ള മശിഹ എന്ന് ചോദിച്ചതുപോലെ പെട്ടെന്ന് എന്റെ ഹൃദയത്തിൽ ഒരു കുറ്റബോധം ഉണ്ടായി. ഞാൻ കർത്താവിനോട് കണ്ണുനീരോടെ ആമേൻ ക്ഷമ ചോദിച്ചു, കർത്താവേ, തെറ്റിപ്പോയതിനോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞു. പ്ലസ് ഞാൻ ദൈവത്തിന് നന്ദി പറയുവാൻ തുടങ്ങി. ഞാൻ വളരെ ധൈര്യത്തോടെ പറയട്ടെ, ഞാൻ ആ ജയിലിൽ ആ 1-ാമത്തെ നിമിഷം മുതൽ ഞാൻ അവിടുന്ന് ആമേൻ സ്വാതന്ത്ര്യം പ്രാപിച്ച് മടങ്ങി വരുന്ന സമയം വരെയും എന്റെ യേശുവിനെ അല്ലാതെ എന്റെ ഭാര്യയോ എന്റെ കുഞ്ഞുങ്ങളെയോ അല്ലെങ്കിൽ എന്റെ മാതാപിതാക്കളെയോ ലോകത്തിലെ ഒരു മനുഷ്യനെ കുറിച്ച് ചിന്തിക്കുവാനോ എനിക്ക് കഴിഞ്ഞില്ല. ഞാനും യേശുവുമായുള്ള ഒരു അഭേദ്യമായ ഒരു ബന്ധം, അല്ലെങ്കിൽ സ്വർഗ തുല്യമായി 3 ദിവസം ഞാൻ എൻ്റെ യേശുവിനോട് കൂടെ ആ ജയിലിൽ ഞാൻ കഴിഞ്ഞു. ആ സമയത്ത് എന്നെ പിടിച്ചു നിർത്തിയത് ഒരു പാട്ടിന്റെ 2 വരികളും ബൈബിളിലെ ഒരു വാക്യം, റോമാലേഖനം 8-ാം അധ്യായത്തിന്റെ 28-ാം വാക്യം, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. അതിനോട് തത്തുല്യമായിട്ട് ഒരു പാട്ട് എന്റെ ഭാര്യ മറിയാമ്മയുടെ പിതാവ് ആമേൻ എടയാറന്മുളയാണ് അവരുടെ വീട്. അപ്പച്ചന്റെ പേര് CV ഉണ്ണുണ്ണി. ഞാൻ വിവാഹം കഴിഞ്ഞ ആ വീട്ടിൽ ചെല്ലുമ്പോൾ ആദ്യത്തെ ദിവസം എന്റെ അപ്പച്ചൻ ആ കുടുംബ പ്രാർത്ഥനയിൽ പാടിയ ഒരു പാട്ടിന്റെ 2 വരികള്, അതെന്റെ ജീവിതത്തിൽ എനിക്ക് വളരെ സന്തോഷം
തന്ന ഒരു പാട്ടാണ് പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആ പാട്ടിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അതിന്റെ അർത്ഥം ഇതാണ്: എന്തു വന്നാലും ദൈവം അറിയാതെ ഒന്നും സംഭവിക്കില്ല. എല്ലാം നന്മയ്ക്കായി സ്വർഗനാഥൻ ചെയ്തിടുന്നു. നിർണയമം വിളി കേട്ടവർക്കും ദൈവത്തിൽ സ്നേഹം അറിഞ്ഞവർക്കും. ആ 2 വരി പാട്ടും റോമാലേഖനത്തിന്റെ 8:28 അല്ലാതെ ഒരൊറ്റ വാക്യം പോലും എനിക്ക് പറയുവാനോ ഓർക്കുവാനോ ഇടയായിത്തീർന്നില്ല. കാരണം എനിക്കതിന് സമയമില്ലെന്ന്. ഞാനും എന്റെ യേശുവുമായി ഒരു അഭേദ്യമായ സംസർഗം, ഒരു അഭേദ്യമായ ബന്ധം. എനിക്ക് സഹായത്തിനായി ലോകത്തിൽ ആരുമില്ല. എന്നാൽ എന്റെ യേശു എന്റെ കൂടെ വന്നു. ജയിലിൽ എന്റെ കൂടെ ഇറങ്ങി വന്ന് എന്റെ കൂടെ 3 ദിവസം എന്റെ കർത്താവ്. എങ്കിലും അതിന്റെ മധ്യത്തിലും ഞാൻ പറയട്ടെ, ഇത്രമാത്രം ആമേൻ യേശുവുമായുള്ള സാമീപ്യം എനിക്കുണ്ടെങ്കിലും 24 മണിക്കൂറും ഞാൻ ആത്മാവി നിറഞ്ഞ അന്യഭാഷയില് ദൈവത്തെ ആരാധിക്കുന്നതിന് മധ്യത്തിലും സാത്താൻ എന്നെ കാണിച്ചു, എന്നെ കഴുത്ത് കണ്ടിച്ചു കൊല്ലുന്നു, എന്നെ തൂക്കി കൊല്ലുന്നു, എന്നെ ഒരു കുഴി നിർത്തിയേച്ച് കല്ലെറിഞ്ഞ് കൊല്ലുന്നു, എന്നെ കൽക്കൂമ്പാരമൊക്കെ എന്റെ കണ്ണോട് ഞാൻ കണ്ടതാ. ഇതൊന്നും വകവെക്കാതെ 3-ാമത്തെ ദിവസം എന്നെ ചോദ്യം ചെയ്യാൻ ഇന്ററോഗേഷൻ ന്യായാസനത്തിന് മുമ്പിൽ കൊണ്ടുപോകുക. അപ്പോൾ ഞാൻ അവിടെ ചെന്നു. അവരെന്നോട് ഒരു ചോദ്യം ചോദിച്ചു. ആ ചോദ്യം എന്താണെന്നൊന്നും ഞാൻ ഇവിടെ പറയാൻ പോകുന്നില്ല. അതിന് മറുപടിയായിട്ട് ഞാൻ പറഞ്ഞത്, ഞാൻ ഒരു കർത്താവിന്റെ വേലക്കാരൻ. യേശു എന്നെ ശുശ്രൂഷയ്ക്ക് വേണ്ടി വിളിച്ചു. യേശു ദൈവമാണ്. യേശു ക്രിസ്തു മാത്രമേ ഏക ദൈവമുള്ളൂ. അത് ക്രിസ്ത്യാനികൾ വിശ്വസിക്കുന്നു, നിങ്ങളും വിശ്വസിക്കുന്നു, അത് യഹൂദനും വിശ്വസിക്കുന്നു. യഹൂദൻ അറബികളുടെ ഏറ്റവും വലിയ ശത്രുവാണെങ്കിലും എനിക്ക് ആ ന്യായാസനത്തിന് മുൻപിൽ പറയുവാൻ ദൈവം എനിക്ക് ഭാഗ്യം തന്നു. ക്രിസ്ത്യാനികൾ വിശ്വസിക്കുന്നു യേശു ഏകരക്ഷകൻ. മുസ്ലിംസ് വിശ്വസിക്കുന്നു യേശു മടങ്ങി വരും. യഹൂദന്മാര് അവരും വിശ്വസിക്കുന്നു യേശു. ഇത് ഞാൻ 45 മിനിറ്റ് വളരെ ധൈര്യത്തോടെ പറഞ്ഞു. ഞാൻ വിചാരിച്ചു ഇതോടുകൂടി എന്റെ കച്ചവടം കഴിയും. ഇത് പറഞ്ഞ് രണ്ടാമതൊരു ചോദ്യം അവർ ചോദിച്ചില്ല. അവർ പറഞ്ഞു, ഇദ്ദേഹത്തെ തിരിച്ച് സെല്ലിൽ തന്നെ കൊണ്ടുവന്നിടാൻ പറഞ്ഞു. അന്ന് രാത്രി ദൈവത്തിന്റെ ആത്മാവ് എന്നോട് പറഞ്ഞു, നാളെ നിന്റെ റിലീസാണെന്ന് പറഞ്ഞു. വിശ്വസിക്കാൻ പോലും പറ്റത്തില്ല. മാനുഷികമായ രീതിയിൽ വിശ്വസിക്കാൻ പറ്റത്തില്ലെങ്കിലും ദൈവം പറഞ്ഞു, ഞാൻ വിശ്വസിച്ചു. കാരണം ഞാൻ ജയിലിൽ വരുന്നതിന്റെ തലേ ദിവസം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞു, നാളെ നീ കൈസറുടെ മുൻപിൽ നിൽക്കേണ്ടതാകുന്നു. അപ്പോസ്തല പ്രവൃത്തി 27-ാം അധ്യായത്തിന്റെ 23, 24 വാക്യങ്ങൾ. ഞാൻ സേവിച്ചു നിൽക്കുന്ന എന്റെ ദൈവം എന്റെ അടുത്ത് വന്ന് എന്നോട് പറഞ്ഞു, നാളെ നീ കൈസറുടെ മുൻപിൽ നിൽക്കേണ്ടതാകുന്നു. എന്നോട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറഞ്ഞു, മോനെ നാളെ നീ ജയിലിൽ പോവാന്ന് പറഞ്ഞു. ഞാൻ എൻ്റെ സഭയിലുള്ള ദൈവമക്കളെ ഒക്കെ വിളിച്ചു. അവരെല്ലാം വന്നു, പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അവർക്ക് ആർക്കും പ്രാർത്ഥിച്ച് എന്നെ ജയിലിൽ വിടാൻ ധൈര്യമില്ല. ഞാൻ തന്നെ പ്രാർത്ഥിച്ചു, ആശീർവാദം പറഞ്ഞു. ഞാൻ എൻ്റെ ബൈബിൾ എടുത്തുകൊണ്ട് ഞാൻ പോവുക. ആ ബാക്ക്ഗ്രൗണ്ട് ഒന്നും പറയാൻ എൻ്റെ അടുത്ത് സമയമില്ല. അതൊക്കെ അറിയണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ എപ്പോ വേണമെങ്കിലും വിളിക്കാം. കാരണം എനിക്ക് ഒരു പുകഴ്ചയും പറയണ്ട, ഒരു പ്രശംസയും പറയുവാൻ എനിക്കില്ല. ഞാൻ ആകുന്നത് കൃപയാലാകുന്നു. ഞാൻ ഒരു ശബ്ദം മാത്രം. എവിടെ സമയം ലഭിക്കുമോ അവിടെ എന്റെ യേശുവിനെ ഉയർത്തണം. എന്റെ ജീവിതത്തിലെ എന്റെ ഏക താല്പര്യം ക്രിസ്തുവിനെ മാത്രം ഉയർത്തുവാൻ. ക്രിസ്തു അല്ലാതെ, ക്രിസ്തുവിനെ കൂടാതെ, ക്രിസ്തുവിന്റെ അപ്പുറത്ത് എനിക്കൊന്നും പറയണ്ട. ഞാൻ ആകുന്നത് കൃപയാലാകുന്നു. ഞാൻ ഉയർത്തുന്നത് ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ, ആ ക്രൂശിനെ, ആ ക്രിസ്തുവിനെ ആ ന്യായാസനത്തിന് മുൻപാകെ പ്രസ്താവിക്കുവാൻ ദൈവം എനിക്ക് കൃപ ചെയ്തു. അന്ന് രാത്രി ദൈവത്തിന്റെ ആത്മാവിനോട് പറഞ്ഞു, നാളെ നിന്റെ വിടുതലാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, കർത്താവേ സ്തോത്രം, താങ്ക് യു. ഞാൻ
എനിക്ക് അന്നും ഇന്നും എന്നും ഇന്നുവരെ ഇന്ന് രാവിലെയും ഞാൻ ദൈവസേന മുട്ടുമടക്കി പ്രാർത്ഥിച്ചാണ് എന്റെ ജീവിതം ആരംഭിക്കുന്നത്. എല്ലാ ദിവസവും ജീവിതത്തിന്റെ ഒന്നാമത്തെ മണിക്കൂറുകൾ പ്രാർത്ഥനയിലും ദൈവവചനത്തിലും ചിലവഴിക്കുന്ന ഒരു സ്വഭാവം എന്റെ ജീവിതത്തിലുണ്ട്. അത് 9ാമത്തെ വയസ്സ് മുതൽ ആരംഭിച്ചതാണ്. ഇന്നുവരെയും അതിനൊരു തടസ്സവും വന്നിട്ടില്ല. ജീവിതത്തിൽ ബൈബിൾ വായിക്കാത്ത 3 ദിവസമുണ്ടെങ്കിൽ അത് ഞാൻ ജയിലിൽ കിടന്ന, സോളിറ്ററി കൺഫൈൻമെന്റിൽ കിടന്ന ആ 3 ദിവസങ്ങളിൽ ബൈബിൾ കൊണ്ടാണ് ഞാൻ ജയിലിൽ പോയെങ്കിലും എന്റെ ബൈബിൾ അവർ വാങ്ങിച്ച് അവിടെ വെച്ചു. എന്നാൽ 3 ദിവസം എനിക്ക് ബൈബിൾ വായിക്കാൻ പറ്റിയില്ല. അപ്പൊ കുവൈറ്റിലെ എന്റെ കൂടെ കൂട്ടായ്മയില് വന്നിരുന്ന ഒരു വ്യക്തി എന്നോട് ചോദിച്ചു, ഏതെങ്കിലും കാലത്ത് ഈ ബൈബിള് ബന്ധായി പോവുകയാണ്, അല്ലെങ്കിൽ ഇതിനൊരു റെസ്ട്രിക്ഷൻ വന്നാൽ പാസ്റ്റ് എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു. എനിക്ക് ഉത്തരം പറയേണ്ടി വന്നില്ല. കാരണം അവര് തന്നെ അതിന് ഉത്തരം പറഞ്ഞു. ഇത് മുഴുവൻ പാസ്റ്റർ സാഹിബിന് അത് ബൈഹാർട്ട് ചെയ്തിരിക്കുക. ഞാൻ പറഞ്ഞു, ദൈവമക്കളെ, ഇതൊരു അതിശയോക്തിയായിട്ട് പറയല്ല. എന്റെ മാതാവ് ഒരു വളരെ ദൈവഭക്തിയായ ഒരു അമ്മച്ചിയായിരുന്നു. ആ അമ്മച്ചി രാവിലെ ഉച്ചയ്ക്കും വൈകിട്ട് 24 മണിക്കൂറും പാട്ടും പ്രാർത്ഥന, ഈ സങ്കീർത്തനങ്ങള് ഏറ്റുപറയുന്നതും അതിന്റെ സ്വഭാവമായിരുന്നു. ഞാൻ ബൈബിളിൽ നോക്കി ഒരൊറ്റ വാക്യം പഠിക്കേണ്ടി വന്നിട്ടില്ല. എന്റെ അമ്മച്ചി ഓരോ സങ്കീർത്തനങ്ങളും വളരെ കുറച്ച് പഠിപ്പുള്ള എന്റെ അമ്മച്ചി മിക്കവാറും സങ്കീർത്തനങ്ങൾ മുഴുവൻ കാണാപ്പാടം പറഞ്ഞുകൊണ്ടാ നടക്കുന്ന ഒരു ഭക്തിയായ ഒരു അമ്മച്ചി. ആ അമ്മച്ചിയിൽ നിന്നാണ് ഒത്തിരി കാര്യങ്ങള് ഞാൻ പഠിച്ചത്, കേട്ടോ. പിന്നെ മധ്യത്തിൽ അങ്ങ് വന്നു പോയതാ, ക്ഷമിക്കണം. അപ്പോ എന്റെ അമ്മയിൽ നിന്ന്, എന്റെ അമ്മച്ചിയിൽ നിന്ന് എനിക്ക് ലഭിച്ചത് ദൈവത്തോട് ചേർന്ന് നടക്കുന്നത് എങ്ങനെ, ദൈവവചനം പഠിക്കുന്നത് എങ്ങനെ, പഠിച്ചാലുള്ള പ്രയോജനം, ഇതെല്ലാം പഠിപ്പിച്ചത് അല്ലെങ്കിൽ ഞാൻ പഠിച്ചത് എന്റെ അമ്മച്ചിന്ന്. എന്റെ അപ്പച്ചൻ, അദ്ദേഹം അത്ര വലിയ ഒരു ആളാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. ഒരു പാവപ്പെട്ട ഒരു ദൈവത്തിന്റെ പൈതൽ, എന്നാൽ വളരെ ഡിസിപ്ലിൻ ആയിരിക്കുന്ന ഒരു ജീവിതം ഉണ്ടായിരുന്നു. ആ ഒരു അപ്പച്ചന്റെ മകനാണ് ഞാൻ. എന്റെ ജീവിതത്തിന്റെ എല്ലാ ഏടുകളിലും വളരെ ഡിസിപ്ലിൻ ആയിട്ട് ജീവിക്കുന്ന ഒരു മനുഷ്യനാണ് ഞാൻ അതോർത്ത് എന്റെ മാതാപിതാക്കളെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യമായിരുന്നു ഞാൻ കർത്താവിന്റെ വേല ചെയ്യുന്നത്. ഇതിന്റെ മധ്യത്തിൽ പെട്ടെന്ന് ഓർമ്മ വന്നുകൊണ്ട് ഞാൻ പറയാണ്, എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറയുന്നത്, നമ്പർ 1 യേശുവിനെ അറിയുക, നമ്പർ 2 യേശുവിനെ സ്നേഹിക്കുക, നമ്പർ 3 യേശുവിന്റെ ശുശ്രൂഷ ചെയ്യുക. ഇതിനേക്കാൾ വലിയ ഭാഗ്യം ലോകത്തിൽ ഒന്നുമില്ല. ഞാൻ 9 വർഷം സെൻട്രൽ ഗവൺമെന്റ് ജോലി ചെയ്തു, 10 വർഷം ഞാൻ കുവൈറ്റിൽ ജോലി ചെയ്തു. അല്ല, ഞാൻ ഏതൊക്കെയാണെന്ന് ഒക്കെ പറഞ്ഞാലും അതിനേക്കാളൊക്കെയും വലിയ ഭാഗ്യം എന്ന് പറയുന്നത് യേശുവിനെ അറിയുക, യേശുവിനെ സ്നേഹിക്കുക, യേശുവിനെ ശുശ്രൂഷിക്കുക. ഞാൻ കുവൈറ്റിൽ നിന്ന് ഇൻവേഷന്റെ സമയത്ത് കടന്നു വന്നെങ്കിലും ഞാൻ ഇവിടെ വന്നു കഴിഞ്ഞതിന് ശേഷം ചില മാസങ്ങൾക്ക് ശേഷം ഞാൻ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി പൂർണ്ണമായി എന്നെ സമർപ്പിച്ചത് ഇനി ജോലി ചെയ്യണ്ട, ജോലി വിട്ട് എന്റെ വേല ചെയ്യാനായിട്ട് ദൈവം എന്നോട് പറഞ്ഞത്, എന്നോടും എന്റെ ഭാര്യയോടും പറഞ്ഞ സെയിം ഡേയിലാണ്, സെയിം ടൈമില്. ഞാൻ ഒരു സ്ഥലത്തിരുന്ന് പ്രാർത്ഥിക്കുന്നു, എന്റെ ഭാര്യ മറ്റൊരു സ്ഥലത്തിരുന്ന് പ്രാർത്ഥിക്കുന്നു. രണ്ടുപേരോടും ദൈവത്തിന്റെ ആത്മാവ് ശക്തമായി പറഞ്ഞു, ഇനി കുവൈറ്റിൽ പോകണ്ട, ജോലി ചെയ്യണ്ട, എന്റെ വേല ചെയ്യാൻ പറഞ്ഞു. ഞങ്ങൾ അന്ന് ആമേൻ പറഞ്ഞതാ. 35 വർഷത്തിന് മുൻപ് ഇനി ജോലി വേണ്ട, ജോലി ചെയ്യുന്നില്ല എന്ന് തീരുമാനിച്ചു. ഇന്നുവരെയും അതിനെക്കുറിച്ച് ഒരു റിഗ്രറ്റ്, എന്താ പറയുന്നത്, ഒരു പശ്ചാത്താപം ഉണ്ടായിട്ടില്ല. കാരണം ദൈവം ഞങ്ങളെ അത്ഭുതകരമായി നടത്തുന്നു. ദൈവത്തിന് സ്തോത്രം. കർത്താവിന്റെ വിളി ഉണ്ടായിട്ടും ഒരു പ്രാവശ്യമല്ല, പല പ്രാവശ്യം നിങ്ങളെ ദൈവം കരം പിടിച്ച് ഇറക്കുവാൻ ആഗ്രഹിച്ചിട്ട് ഇറങ്ങാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ഇന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുക. എന്നെയും എന്റെ ഭാര്യയെയും വിളിച്ച് കർത്താവ് വേലയ്ക്ക് വേണ്ടി മാറ്റി നിർത്തി ഈ കഴിഞ്ഞ ദിവസങ്ങളൊക്കെയും വർഷങ്ങളൊക്കെയും ഞങ്ങളെ എടുത്ത് ഉപയോഗിച്ച ദൈവം അത്ഭുതകരമായി നടത്തും. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് നിങ്ങളുടെ ഭാവിയെ കുറിച്ചോ
ഇനി എന്തായി തീരുമെന്നോ നിങ്ങൾ ആരും ഭയപ്പെടേണ്ട. ഇന്ന് 35 വർഷം തികയാണ് ഈ അരോമ ടിവിയിൽ എന്നെ ശ്രവിക്കുന്ന, എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവര് ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ കാണും. അവരുടെ ഒക്കെ മുൻപില് ഒരു തുറന്ന സത്യം ഞാൻ പറയാം. ഈ 35 വർഷമായി കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി പൂർണ്ണ സമർപ്പണത്തോടെ ഞങ്ങൾ ഇറങ്ങിത്തിരിച്ചു. ഒരാവശ്യവും ചെറുതോ വലുതോ ആയിരിക്കുന്ന യാതൊരു ആവശ്യങ്ങളും ലോകത്തിലെ ഒരു മനുഷ്യനോട് പറഞ്ഞിട്ടില്ല. എന്നാൽ ഞങ്ങൾക്ക് വേണ്ടിയതൊക്കെയും, കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടിയതൊക്കെയും ദൈവം തമ്പുരാൻ ചെയ്തു തന്നിട്ടുണ്ട്. തരുവാൻ അവൻ മതിയായവനാണ്, അവൻ വിശ്വസ്തന. എന്റെ കർത്താവാണ് എന്നെ വിളിച്ചതെങ്കിൽ എനിക്ക് വേണ്ടിയതെല്ലാം തരും. സെൻട്രൽ ഗവൺമെന്റ് ജോലി ചെയ്യുമ്പോൾ 31ാമത്തെ ദിവസം എനിക്ക് ശമ്പളം കിട്ടുമായിരുന്നു. കുവൈറ്റ് ജോലി ചെയ്തപ്പോൾ എന്റെ ശമ്പളം 30 ദിവസം വെയിറ്റ് ചെയ്യേണ്ട കാര്യമില്ല. 20 ദിവസം അല്ലെങ്കിൽ 25 ദിവസത്തിനുള്ളിൽ എന്റെ പൈസ എന്റെ അക്കൗണ്ടിൽ വീഴുമായിരുന്നു, 30-ാം തീയതി വരെയുള്ളത്. അപ്പൊ ഞാന് ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ഭാഗ്യവാന്. 1990 ജൂലൈ മാസം 31-ാം തീയതി രാത്രിയാണ് ഈ ഇൻവേഷൻ ഉണ്ടാകുന്നത്. അപ്പോൾ 30-ാം തീയതി അല്ലെങ്കിൽ 31-ാം തീയതിക്ക് മുമ്പ് തന്നെ എന്റെ ഓഗസ്റ്റിലെ ശമ്പളം കൂടെ ഞാൻ എടുത്ത് കൊടുക്കേണ്ടവർക്കൊക്കെ കൊടുത്തു. 9 ദിനാർ മാത്രമേ ഉള്ളായിരുന്നു കുവൈറ്റ് നാഷണൽ ബാങ്കിൽ എന്റെ ഡെപ്പോസിറ്റ്. 9 ദിനാർ, കുവൈറ്റ് ദിനാർ. കുവൈറ്റ് യുദ്ധം തുടങ്ങി. ഇനി എന്തോ ചെയ്യും? ഞാൻ വെറും കൈയായിട്ടാ വന്നത് കേട്ടോ. കുവൈറ്റിൽ നിന്ന് ഒന്നും കൊണ്ടുവന്നില്ല. പിന്നെ തൃശ്ശൂർ വന്നു. എന്റെ മാതാപിതാക്കളെ കഷ്ടപ്പെട്ട ഉണ്ടാക്കിയ ഒരു വീട് അവിടെ ഉണ്ടായിരുന്നു. എന്റെ അപ്പച്ചൻ പറഞ്ഞു, മോൻ ഒന്നും കൊണ്ടും ഭാരപ്പെടണ്ട, ഈ വീട് മോർട്ട്ഗേജ് ചെയ്ത് അല്ലെങ്കിൽ പണയം വെച്ച് മോന് വേണ്ട അത്രയും പൈസ എടുത്തോ, എന്താന്ന് വെച്ചാൽ ചെയ്തോളാൻ പറഞ്ഞു. അങ്ങനെ എന്റെ തൃശ്ശൂർ എന്റെ മാതാപിതാക്കള് പാർക്കുന്ന ആ വീട് പണയം വെച്ച് ഒരു ചെറിയ എമൗണ്ട് ബാങ്കിൽ നിന്ന് എടുത്തു. അതിനകത്തൊരു 10,000 രൂപ ഞങ്ങളുടെ ലോക്കൽ ചർച്ച് ആൽപ്പാറ സഭയ്ക്കും കൊടുത്തേച്ച് 5 മാസം ഞാൻ നാട്ടിൽ ജീവിച്ചു. 5 മാസവും ദൈവം അത്ഭുതകരമായി കരങ്ങളെടുത്ത് ഉപയോഗിച്ചു. അന്ന് 5 മാസം ഓടി അധ്വാനിച്ചത് മുഖാന്തരം തൃശ്ശൂര് ഒരു പുതിയ സെന്റർ ഞാനൊന്നും ആരംഭിച്ചൊന്നുമല്ല കേട്ടോ, ആരും എന്നോട് തെറ്റിദ്ധരിക്കരുത്. 5 മാസം ഒരു സഭയിലും പോയി തിക്കും തിരക്കും ഒന്നും ഉണ്ടാക്കാൻ അവസരം കൊടുത്തില്ല. സൺഡേ മാത്രം ആൽപ്പാറ IPC സഭയിൽ ഒരൊറ്റ ദിവസം മുടങ്ങാതെ ആരാധനയിൽ അറ്റൻഡ് ചെയ്യുമായിരുന്നു. എന്നാൽ അതിന് ശേഷമുള്ള സമയങ്ങൾ മുഴുവൻ ഞാൻ എൻ്റെ ഭാര്യ വേണ്ടപ്പെട്ട കുറെ യൗവനക്കാരും ഒക്കെ എടുത്തുകൊണ്ട് പോയി പ്രവർത്തിച്ച് അതിന്ന് തൃശ്ശൂർ സെന്ററിൽ ഒരു പ്രത്യേക സെന്ററായിട്ട് രൂപം കൊള്ളുവാൻ ദൈവം ഇടയാക്കി. 5 മാസം മാത്രം. തിരിച്ച് എനിക്ക് കേരളത്തോട് ഉള്ളതിനേക്കാൾ എനിക്ക് നോർത്ത് ഇന്ത്യയിൽ വന്ന് എന്റെ അധ്വാന സ്ഥലമായതുകൊണ്ട്, എന്റെ ഫീൽഡ് ആയതുകൊണ്ട്, വാർ ഫീൽഡ്, യുദ്ധ ഏരിയ ഇതായതുകൊണ്ട് പാസ്റ്റർ തോമസ് മാത്യൂസ് നാട്ടിൽ എന്നെ കാണാനായിട്ട് വന്നു. ഞാനും പാസ്റ്റർ തോമസ് മാത്യൂസും ഡോക്ടർ ജോയ് പുന്നൂസ് ഇന്ന് ഫിലദൽഫിയ ഫെലോഷിപ്പ് ചർച്ചിന്റെ ഇന്റർനാഷണൽ പ്രസിഡന്റ്, അദ്ദേഹം പിന്നെ തിരുവല്ലായില് താമസിക്കുന്ന ആ വീട്ടില് ഞാനും പാസ്റ്റർ തോമസ് മാത്യൂസും അദ്ദേഹത്തിന്റെ വീട്ടിൽ ഞങ്ങള് 3 ദിവസം ഉപവസിച്ച് പ്രാർത്ഥിച്ചു. അങ്ങനെ ഒരു ദൈവിക നടത്തിപ്പോടുകൂടി പിന്നെ രാജസ്ഥാനിലേക്ക് 1991 ഞാൻ മടങ്ങി വന്നു. പാസ്റ്റർ തോമസ് മാത്യൂസ് താമസിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഞങ്ങളുടെ ഫിലദൽഫിയ ഫെലോഷിപ്പ് ചർച്ചിന്റെ ഹെഡ്ക്വാർട്ടർ ചർച്ചിന്റെ പാസ്റ്ററായിട്ട് എന്നെ ആക്കാനും അതുപോലെ തന്നെ മറ്റ് പ്രസ്ഥാനത്തിന്റെ പല കാര്യങ്ങളും അതിന്റെ ഒക്കെ ചുമതല തരാനൊക്കെ വേണ്ടിയിട്ടാണ് എന്നെ വിളിച്ചത്. എങ്കിലും ഞാൻ അഹമ്മദാബാദിൽ എത്തിയപ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറഞ്ഞു, മോനെ ഇപ്പോ ഉദയപൂരി പോണ്ടെന്ന് പറഞ്ഞു. ഞാൻ അവിടുന്ന് വേറൊരു വണ്ടി പിടിച്ച്, എനിക്ക് 5 പെങ്ങന്മാരുണ്ട്, അവരെ കുറിച്ച് നേരത്തെ പറയാൻ ഒത്തില്ല. ഞാന് ലോകത്തിലെ ഏറ്റവും ഭാഗ്യശാലിയായ മനുഷ്യനാണ് ഞാനെന്ന് പറയുന്നതിനകത്ത് എനിക്ക് യാതൊരു സങ്കോചമില്ല. നമ്പർ 1, എന്റെ 9ാമത്തെ വയസ്സിൽ എനിക്ക് കർത്താവിനെ കണ്ടുമുട്ടുവാനിടയായിരുന്നു. യേശു എന്നെ സ്നേഹിക്കുന്ന എങ്ങനെയാണെന്ന് വിചാരിച്ചാൽ, ലോകത്തിൽ സ്നേഹിക്കുവാൻ, കരുതുവാൻ, നോക്കുവാൻ, പോറ്റുവാൻ, പുലർത്തുവാൻ എന്റെ യേശുവിന് ഒരേ ഒരു വ്യക്തിയുള്ളൂ. അതാ ജോണി പി എബ്രഹാം, അതാ ഞാൻ.
അപ്പൊ ഞാൻ പറയും, ഞാൻ എത്രയോ ഭാഗ്യവാൻ. നമ്പർ 2, എന്റെ മാതാപിതാക്കൾ ഏക മകനാ. പരിമല തിരുമേനിക്ക് കൊടുക്കാമെന്ന് പറഞ്ഞ് വാങ്ങിച്ച ഒരു മകനാ. പക്ഷെങ്കിൽ തിരുമേനി വരുന്നതിന് മുമ്പ് എന്റെ യേശു എന്നെ റാഞ്ചിക്കൊണ്ട് പോയെന്നാ ഞാൻ പറയുന്നത്. അത് നല്ല ഭാഷയിലാ പറയുന്നത്. എന്റെ യേശു എന്നെ കണ്ടുമുട്ടി, മോനെ നീ എന്തിനാടാ വെറുതെ ആവശ്യമില്ലാത്ത കാര്യത്തിലൊക്കെ പോകുന്നത്, പാ നീ എന്റെ കൂടെ വരാൻ പറഞ്ഞ് എന്നെ വിളിച്ച് വേർതിരിച്ചു. നമ്പർ 2, പിന്നെ എനിക്ക് 5 പെങ്ങന്മാരുണ്ട്. അനുഗ്രഹിക്കപ്പെട്ട 5 പെങ്ങന്മാർ. 2 പേര് മൂത്തത്, 3 പേര് താഴെ. ചെറുപ്പകാലങ്ങളിലൊക്കെ ഒത്തിരി അങ്ങോട്ടും ഇങ്ങോട്ടും അടിയിടിയൊക്കെ നടന്നു കാണും. പക്ഷെങ്കിൽ പൊന്നുപോലെ സ്നേഹിക്കുന്ന, കരുതുന്ന 5 പെങ്ങന്മാര്. അതിനകത്ത് 3 പെങ്ങന്മാരെ, 2 പെങ്ങന്മാരെ രാജസ്ഥാനിൽ കൊണ്ടുവന്നു. അവരെ പഠിപ്പിച്ചു, ജോലിക്കാക്കി, അവർ വിവാഹിതരായി. അവരെല്ലാം ദൈവത്തിന്റെ കൃപയാൽ എൻ്റെ സഹോദരിമാരെല്ലാവരും അനുഗ്രഹിക്കപ്പെട്ടവരായി കർത്താവിന്റെ വേലയിലായി. മൂത്ത സഹോദരി ശോശാമ എന്ന പേരെങ്കിലും അമ്മണി എന്ന് വിളിക്കും. അളിയന്റെ പേര് മത്തായി. അവര് ചെന്നായിപ്പാറ, തൃശ്ശൂര്, എൻ്റെ വീടിനടുത്ത് തന്നെ താമസിക്കുന്നു. അവർക്ക് 3 മക്കളുണ്ട്. രണ്ടാമത്തെ സഹോദരി ലീലാമ്മ, ഹസ്ബൻഡിന്റെ പേര് വർഗീസ് ഫിലിപ്പ്. അവര് രാജസ്ഥാനിലായിരുന്നു. അവർ 2 പേരും ഗവൺമെന്റ് ജോലിയിലായിരുന്നു. അവർക്ക് 2 കുഞ്ഞുങ്ങളുണ്ട്. ഒരാള് ബോംബെയിലും ഒരാള് അമേരിക്കയിലും ആയിരിക്കുന്നു. മൂത്ത സഹോദരിയുടെ 3 മക്കള്, 2 മക്കള് കുടുംബമായിട്ട് കുവൈറ്റിലായിരുന്നു. ഒരു മോളും കുടുംബവും മടങ്ങി വന്നു. മോന്റെ കുടുംബം ഇപ്പൊ അവിടെ ഉണ്ട്. മറ്റൊരു മോള് അവിടെ രാജസ്ഥാനിലായിരുന്നു. അവരിപ്പോ തൃശ്ശൂരായിരിക്കും. പിന്നെ എനിക്ക് താഴെയുള്ള 3 സഹോദരിമാര്, ഒരു സഹോദരി അവളുടെ മേരി പി എ, അവളുടെ ഹസ്ബൻഡ് ജോർജ് ചില വർഷങ്ങൾക്ക് മുമ്പ് മരിച്ചുപോയി. അവർക്ക് 2 കുഞ്ഞുങ്ങളുണ്ട്. മോന് BSFിലും, രണ്ടാമത്തെ മോന് ഗോവയില് കർത്താവിന്റെ വേലയിലായിരിക്കുന്നു. പിന്നെ അടുത്തൊരു സഹോദരി, പിന്നെ കുഞ്ഞമ്മ, ഹസ്ബൻഡിന്റെ പേര് ഫിലിപ്പ്, പാസ്റ്റർ ഫിലിപ്പ്. അവര് കർത്താവിന്റെ വേലയിൽ സിറോഹിയിലായിരിക്കുന്നു, രാജസ്ഥാനില്. അവർക്ക് 2 കുഞ്ഞുങ്ങളുണ്ട്. എൻ്റെ സഹോദരി നഴ്സിംഗ് സൂപ്രണ്ടന്റ് ആയിട്ടായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. BRS എടുത്തു. പിന്നെ അവർക്ക് 2 കുഞ്ഞുങ്ങള്. മൂത്ത മോൻ ഒരു സ്കൂൾ നടത്തുന്നു, അപ്പൊ തന്നെ പാസ്റ്ററാണ്. രണ്ടാമത്തെ മകൻ ദുബായിൽ കർത്താവിന് പേര്. ഏറ്റവും താഴെയുള്ള സഹോദരി, ഞാൻ കുവൈറ്റിലായിരുന്നപ്പോൾ ഞാൻ എൻ്റെ കൊച്ചു പെങ്ങള് ഡെയ്സി എന്നാണ് അവളുടെ പേര്. ഡെയ്സിയുടെ ഹസ്ബൻഡ് ജിജി തോമസ് മങ്ങാട്ട് വീട്ടിലെയാണ്. അവർക്ക് 2 കുഞ്ഞുങ്ങളുണ്ട്. അവരും കുവൈറ്റിൽ ജോലി ചെയ്തുകൊണ്ടിരുന്നു. 3 വർഷം മുമ്പ് അവര് ജോലി കളഞ്ഞ് പുല്ലാട്ട് മടങ്ങി വന്നു. ഇന്ന് അവര് കുടുംബമായിട്ട് അവിടെ താമസിക്കുന്നു. ഡെയ്സി ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഷിജിയും നല്ല ജോലിയായിരുന്നു. അവര് ജോലിയേക്കാൾ കൂടുതൽ അവര് കർത്താവിന്റെ വേലയിൽ പ്രയോജനപ്പെട്ടുകൊണ്ടിരുന്നവര്. അവര് മടങ്ങി പുല്ലാട്ട് വന്ന് അവര് തങ്ങളാൽ ആവോളം കർത്താവിന് വേണ്ടി അവർ ഓടുന്നു, അധ്വാനിക്കുന്നു. ഈ പറഞ്ഞ അവർക്ക് 2 മക്കള്. മോന് അവൻ കർത്താവിന്റെ വേലയിൽ ഒരു വലിയ പ്രസ്ഥാനം, ലോകം മുഴുവൻ പടർന്നു കിടക്കുന്ന ഒരു പ്രസ്ഥാനത്തില് നല്ലൊരു ഉന്നതമായ സ്ഥാനത്ത് അവൻ വർക്ക് ചെയ്യുന്നു. അതുപോലെ തന്നെ രണ്ടാമത്തെ മോള് ബെറ്റി, അവളുടെ ഹസ്ബൻഡിന്റെ പേര് സാമ്. അവരും കർത്താവിന്റെ വേലയിലായിരിക്കുന്നു. കുഞ്ഞുങ്ങൾക്കൊക്കെ നല്ല പഠനം ലഭിച്ചു. അവർക്ക് ലോകപ്രകാരമുള്ള വഴികളിൽ പോകാമായിരുന്നു. എങ്കിലും അവര് കർത്താവിന്റെ വേലയിൽ വ്യാപൃതരായിരിക്കും. പിന്നെ എൻ്റെ കുടുംബത്തെ കുറിച്ച് പറഞ്ഞാൽ, ഞാൻ പറഞ്ഞല്ലോ എനിക്ക് മക്കളും കൊച്ചുമക്കളും ഒക്കെ ഉണ്ട്. നിങ്ങള് ആരെങ്കിലും ഏതെങ്കിലും കാലത്ത് ചിത്തോഡ്ഗഡ്, രാജസ്ഥാനിൽ കടന്നു വരുവാൻ ഒരു അവസരം ലഭിക്കുന്നെങ്കിൽ മനോഹരമായിരിക്കുന്ന ഒരു കാഴ്ച നിങ്ങൾക്ക് കാണുവാൻ കഴിയുന്നത്, വല്യപ്പച്ചൻ ശുശ്രൂഷയിലുണ്ട്, മോന് ശുശ്രൂഷയിലുണ്ട്, മരുമോള് കൊയറിനകത്തുണ്ട്, കൊച്ചുമക്കള് അവര് ഡ്രം വായിക്കും, പിന്നെ ഗിറ്റാർ വായിക്കും. എല്ലാം തലമുറകളെ ചേർന്ന് കർത്താവിനെ സേവിക്കുന്ന ഒരു മനോഹരമായിരിക്കുന്ന ഒരു കാഴ്ച നിങ്ങൾക്ക് ഇവിടെ കാണുവാനായിട്ട് സാധിക്കും. ഇതിന്റെ ഒന്നും പുറകില് സാമ്പത്തികമായിരിക്കുന്ന ഒന്നിന്റെയും പുറകാലെ പോകാതെ ദൈവത്തിന്റെ പുറകാലെ മാത്രം പോയി. എൻ്റെ ജീവിതത്തിന്റെ ആപ്തവാക്യം ഫിലിപ്പിയൻസ് 1:21 ആണെങ്കിലും എൻ്റെ ജീവിതത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് മത്തായി സുവിശേഷം 6-ാം അധ്യായത്തിന്റെ 33-ാം വാക്യം. അതെന്താണോ? ആമേൻ. സീക്ക് യു ഫസ്റ്റ്, മുൻപേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിക്കും, അതോടുകൂടെ നിങ്ങൾക്ക് ഇതൊക്കെയും ലഭിക്കും. ഞാൻ എൻ്റെ ജീവിതത്തിൽ 1-ാം സ്ഥാനം എൻ്റെ യേശുവിന് കൊടുത്ത് ഞാൻ യേശുവിന്റെ പുറകാലെ പോയത് കൊണ്ട് എനിക്കും എൻ്റെ കുഞ്ഞുങ്ങൾക്കും എൻ്റെ തലമുറകൾക്കും വേണ്ടിയതെല്ലാം എൻ്റെ പുറകാലെ. ഞാൻ ഒന്നിന്റെയും പുറകെ പോയിട്ടില്ല.
നിങ്ങൾ എന്നെ കേൾക്കുന്ന എന്റെ പ്രിയപ്പെട്ടവര്, ആമേൻ, ദൈവദാസന്മാരോ ദൈവദാസിമാരോ വിശ്വാസികളോ ആരുമാകട്ടെ, നിങ്ങൾ യേശുവിന്റെ പുറകാലെ പോകാമെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയതെല്ലാം നിങ്ങളുടെ പുറകാലെ വരും എന്നുള്ളതിന്റെ ഒരു ശരിയായ തെളിവാണ് ഞാനും എൻ്റെ കുടുംബവും. ലോകത്തിലെ ഒരു നന്മയുടെയും പുറകാലെ പോകാതെ എൻ്റെ കർത്താവിന്റെ പുറകാലം മാത്രം പോയതുകൊണ്ട് ദൈവം സകലവും തന്നു. ഞാൻ പറഞ്ഞല്ലോ ദൈവമക്കളെ, കുവൈറ്റിൽ നിന്ന് വെറും കൈയായി വന്നത്. അതിന് മുമ്പത്തെ കാര്യം കൂടെ പറയണം. 9 വർഷം സെൻട്രൽ ഗവൺമെന്റ് ജോലി ചെയ്തു. ഞാൻ ഒരു നയ പൈസ സേവ് ചെയ്തിട്ടില്ലായിരുന്നു. എനിക്ക് ലഭിച്ച നന്മകളെല്ലാം നല്ല കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം ചെലവഴിച്ചൊരു മനുഷ്യൻ. ഞാൻ കുവൈറ്റിലേക്ക് പോകുമ്പോൾ ടിക്കറ്റിന് പോലും കാശില്ല. ആരോടും ചോദിക്കേണ്ട ആവശ്യം വന്നില്ല. എൻ്റെ ഒരു മാന്യ സഹോദരൻ എൻ്റെ കൂടെ, അദ്ദേഹം അമേരിക്കയിലാണ്. ഞാൻ പലരുടെയും പേര് പറയാൻ പേടിക്കുക. കാരണം ആ പേര് പറഞ്ഞിട്ട് ചിലരുടെ പേര് പറഞ്ഞു, ചിലരുടെ പേര് പറഞ്ഞില്ലെങ്കിൽ അതൊരു ബുദ്ധിമുട്ടാകുമല്ലോ എന്ന് ഓർത്ത് ഞാൻ പറയുന്നില്ല. ദൈവത്തിന് സ്തോത്രം. ആ കർത്താവിന്റെ ദാസൻ എനിക്ക് വേണ്ട ടിക്കറ്റ് എടുത്തു തന്നു. ഞാൻ കുവൈറ്റിൽ പോയി. അവിടെ ചെന്നതിന് ശേഷം ഞാൻ ആ ടിക്കറ്റിന്റെ പൈസ ഞാൻ അയച്ചു കൊടുക്കുവാൻ ഇടയായിത്തീർന്നു. 9 വർഷം സെൻട്രൽ ഗവൺമെന്റ് ജോലി ചെയ്തിട്ട് 0 ബാലൻസ്. 10 വർഷം കുവൈറ്റിൽ ജോലി ചെയ്തു, കർത്താവിന്റെ വേല ചെയ്തിട്ട് 0 ബാലൻസ്. അല്ലെങ്കിൽ 9 ഡിനാർ ഉണ്ടായിരുന്നു, അത് പിന്നെ പോയി, അത് അതിന്റെ കൂടെ പോയി. എങ്കിലും ദൈവം ആർക്കും കടക്കാരനല്ലെന്നുള്ളതിന്റെ പ്രൂഫ് ഞാന് 98 ചിത്തോടുകേട്ടിൽ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി വന്നപ്പോൾ എനിക്കിവിടെ നിൽക്കാൻ പറ്റുന്നില്ല. 4 മാസത്തിനുള്ളിൽ 3 വീട് മാറി. കാരണം പ്രാർത്ഥനയ്ക്ക് അനുവാദമില്ല. അങ്ങനെ വന്നപ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവോട് കൃത്യമായി ഇടപെട്ടു. മോനെ, ഞാൻ നിന്നെ ഇവിടെ കൊണ്ടുവന്നത് ഒന്നുകൊണ്ട് ഭാരപ്പെടണം, നിനക്ക് ഈ പ്രദേശത്ത് വേല ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അതിൽ അടിയുറച്ചു വിശ്വസിച്ചു. ഞാനൊരു തീരുമാനമെടുത്തു. ഇനി ഇവിടുന്ന് മാറുന്നെങ്കിൽ ഞാൻ എൻ്റെ സ്വന്തം ഭവനത്തിലെ, അല്ലെങ്കിൽ കർത്താവ് ഞങ്ങൾക്കൊരു ഭവനം തരും, അവിടേക്ക് മാറുന്നുള്ളൂ. എന്തിനു പറയുന്നു? ഞാൻ ദൈവസേന തീരുമാനമെടുത്തു, സഭയിൽ അറിയിച്ചു. അന്ന് 8 കുടുംബം ഉണ്ടായിരുന്നു. 3 കുടുംബം അന്ന് എന്നെ വിട്ടുപോയി. കാരണം ചർച്ച പണിയാൻ പോവാ, അപ്പൊ ഇനി പൈസ കൊടുക്കണമല്ലോ എന്നും പറഞ്ഞ് അവരങ്ങ് പോയി. ദൈവകൃപയാൽ അതിന് 5000 രൂപ അഡ്വാൻസ് കൊടുത്തൊരു സ്ഥലം വാങ്ങി. പിന്നെ പണിതൊക്കെ എങ്ങനെയാണ്? ലോകത്തിലെ ഒരു മനുഷ്യരോടും പൈസ ചോദിച്ചിട്ടില്ല, ഒരു അപ്പീൽ അയച്ചിട്ടില്ല. അന്ന് ഫോണിൽ കൂടിയോ അല്ലെങ്കിൽ മാഗസിനിൽ കൂടിയോ ഉദയപൂരിൽ നിന്ന് പ്രിന്റ് ചെയ്യുന്ന ക്രോസ് ആൻഡ് ക്രൗൺ അന്ന് 3 ഭാഷയിൽ, ഇംഗ്ലീഷ്, ഹിന്ദി, മലയാളം 3 ഭാഷയിൽ അതുണ്ടെങ്കിലും അതിലൊത്തൊന്നും ഒരു അപ്പീൽ അയച്ചില്ല. ലോകത്തിൽ ഒരു മനുഷ്യനോട് പറഞ്ഞില്ല. ദൈവത്തിന്റെ സമയമായപ്പോൾ ദൈവത്തിൻ്റെതായിരിക്കുന്ന വഴിയിൽ അതിനുവേണ്ട ക്രമീകരണം ചെയ്തു. ചില വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ചർച്ച് നിറഞ്ഞു, ഇരിക്കാൻ ഇടമില്ല. പ്രാർത്ഥിച്ചു, 4 വർഷത്തോളം പ്രാർത്ഥിച്ചു, മറുപടി ഒന്നും കിട്ടിയില്ല. ഒരു വണ്ടി പ്രാർത്ഥിക്കാനായിട്ട്, പണ്ട് എൻ്റെ സഭയിലുണ്ടായിരുന്ന ഒരു സഹോദരൻ ഒരു വണ്ടി ഡൽഹിയിൽ നിന്ന് വാങ്ങിച്ചിട്ട് ഇവിടെ എൻ്റെ അടുത്ത് കൊണ്ടുവന്നു പ്രാർത്ഥിക്കാനായിട്ട്. ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കി കൊടുത്ത സമയത്ത്, പ്രാർത്ഥിക്കാൻ നേരത്ത് അദ്ദേഹത്തിനോട് ചോദിച്ചു, പാസ്റ്റർ എന്തെങ്കിലും ഇമ്മീഡിയറ്റ് നീഡ്, എന്തെങ്കിലും അത്യാവശ്യ വിഷയങ്ങളെല്ലാം ഉണ്ടെങ്കിൽ പറഞ്ഞാൽ നല്ലതാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഒന്നുമില്ലെന്ന് പറഞ്ഞു. മറിയാം യാതു എന്ന് പറഞ്ഞു. എനിവേ അവർ നിർബന്ധിപ്പിച്ച് ഞങ്ങൾ പറഞ്ഞു ചർച്ച് ചെറുതായി പോയി, ഒരു വലിയ ചർച്ചിന് വേണ്ടി പ്രാർത്ഥിക്കുക. അപ്പോ പറഞ്ഞു എന്തായിരിക്കും പാസ്റ്റർ അതിന്റെ ബഡ്ജറ്റ്? ഇത്രയായിരിക്കും. ഇറ്റ് ഈസ് ഡൺ. അത് നടന്നു പാസ്റ്റർ എന്ന് പറഞ്ഞു. അപ്പൊ ഇന്ന് ഞാൻ ഇരുന്ന് സംസാരിക്കുന്ന ഈ ചർച്ച് അങ്ങനെ ലഭിച്ചതാ. എൻ്റെ ദൈവം, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, എൻ്റെ കർത്താവ് എന്നെ സ്നേഹിക്കാൻ മറ്റാരുമില്ല. അപ്പൊ എന്നെ അങ്ങ് അധികമായിട്ട് അങ്ങ് സ്നേഹിച്ച് എനിക്ക് വേണ്ടതെല്ലാം ഞാൻ ചോദിക്കുന്നതും ചോദിക്കാതെ ഒക്കെ കർത്താവ് ചെയ്തു തരും. ഞാൻ ഇന്ന് വളരെ തൻ്റെ ഇടമായി പറയാ, മാറ്റമില്ലാത്ത ദൈവത്തിന്റെ വചനത്തിൽ ആദേയപ്പെട്ടുകൊണ്ട് എന്നെ ശ്രവിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഏതെങ്കിലും വിഷയത്തിൽ ഭാരപ്പെടുന്നു അല്ലെങ്കിൽ കഷ്ടപ്പെടുന്നെങ്കിൽ എൻ്റെ അപ്പച്ചനോട് പറ. നമുക്ക് കാര്യമുള്ളത് അവനോടാ. എബ്രായ ലേഖനം 4-ാം അധ്യായത്തിന്റെ 13-ാം വാക്യത്തിൽ പറയുന്ന നമുക്ക് കാര്യമുള്ളത് അവനോടാകുന്നു. അവനോട് നമ്മുടെ കാര്യം പറ, അവൻ കാര്യം സാധിപ്പിച്ചു തരും. നമ്മൾ ആരുടെയും പുറകാലെ പോണ്ട. അതുപോലെ എനിക്ക് എൻ്റെ മോന് 7-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഞാൻ ഭയപ്പെടുന്ന സമയത്തിന്റെ എങ്കിലും ലഭിക്കുന്ന സമയത്തിനുള്ളിൽ ചില കാര്യങ്ങൾ കൂടി പറഞ്ഞോട്ടെ.
എന്റെ മോൻ 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഞാൻ അവനോട് പറഞ്ഞു, മോനെ നല്ല മാർക്ക് വാങ്ങിച്ച് ക്ലാസ്സിൽ ടോപ്പർ ആകാമെങ്കിൽ ഒരു സൈക്കിൾ വാങ്ങിച്ചു തരാം. കുവൈറ്റില് വണ്ടിയൊക്കെ ഓടിച്ച് നല്ല രീതിയിൽ ജീവിച്ച ഞാന് തിരിച്ച് ഇന്ത്യ വന്നപ്പോൾ ഒരു സൈക്കിളിന് വേണ്ടി 1 വർഷം പ്രാർത്ഥിച്ചു. ആരോടും പറഞ്ഞില്ല. എന്റെ മോന്റെ റിസൾട്ട് കിട്ടിയ അന്ന് എന്റെ വൈഫിന്റെ മൂത്ത ബ്രദറും വൈഫും കൂടെ വന്നു. പറഞ്ഞു, മോന് പിന്നെ ഫസ്റ്റ് ക്ലാസ് ഒക്കെ വാങ്ങിച്ച് ടോപ്പറായിട്ട് 8ാം ക്ലാസ്സിലാണ് ടോപ്പറായിട്ടൊക്കെ പാസ്സായല്ലോ, അപ്പോ ആ പപ്പ എന്തെങ്കിലുമൊക്കെ ഗിഫ്റ്റ് കൊടുക്കും. ഞാൻ പറഞ്ഞു, ഞാൻ അവനോട് പ്രോമിസ് ചെയ്തിട്ടുണ്ടോ പറഞ്ഞു. പക്ഷെ പ്രോമിസ് എന്താന്നുള്ളത് ലോകത്തിൽ ഒരു മനുഷ്യനോടും പറഞ്ഞിട്ടില്ല. അവനോട് മാത്രം പറഞ്ഞിട്ടുണ്ട് സൈക്കിൾ വാങ്ങിച്ചത്. ഈ തോമാച്ചായനും അമ്മാമ്മയും അന്ന് പോയപ്പോ 1000 രൂപ എന്റെ കയ്യിൽ തന്നേച്ച്, ജീവിതത്തിലെ കർത്താവിന്റെ വേലയ്ക്ക് ഇറങ്ങിയിട്ട് 1000 രൂപ ആദ്യമായിട്ട് കിട്ടുന്ന അവരുടെ കൈ കൊണ്ടാണ്. 1000 രൂപ തന്നേച്ച് പറഞ്ഞു, ഇത് ഞങ്ങളുടെ കൊച്ചന് സാം മോന് സൈക്കിൾ വാങ്ങിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞു. ശരി. ഞാൻ പറഞ്ഞു, ദൈവത്തിന് സ്തോത്രം, പപ്പ ആഗ്രഹിച്ചത് ദൈവം തമ്മിൽ സഹായിപ്പിച്ചു. അപ്പോ ഇത് നടന്നതിന് 2 ദിവസം കഴിഞ്ഞപ്പോ എന്റെ മൂത്ത സഹോദരി അന്ന് അവൾക്കൊരു സ്കൂട്ടർ വാങ്ങിക്കണമായിരുന്നു. അപ്പൊ അവള് പറഞ്ഞു, അപ്പൊ ഞാന് ബ്രദർ അപ്പൊ എന്നോട് പറഞ്ഞു, വാ നമുക്ക് ഒരുമിച്ച് പോവാം. വാങ്ങിച്ച കൂട്ടത്തിൽ അവള് പറഞ്ഞു, എനിക്ക് സാമിന് ഒരു സൈക്കിൾ വാങ്ങിച്ചു കൊടുക്കും. ഞാൻ പറഞ്ഞു, സാമിന് സൈക്കിളിന്റെ പൈസ ഒരാൾ തന്നിട്ടുണ്ട്, അതുകൊണ്ട് വേണ്ടെന്ന്. എത്രയുണ്ടെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഞാൻ എന്തിനാ ചേച്ചി അറിയുന്നത്, അത് ഞാൻ വാങ്ങിച്ചു കൊടുത്തോളാം. നിർബന്ധിച്ചു പറഞ്ഞു 1000 രൂപ. എടാ 1000 രൂപയ്ക്ക് വല്ല സൈക്കിളും കിട്ടുമെന്ന് പറഞ്ഞു. 1650 രൂപ കൊടുത്ത് 650 രൂപ എന്റെ പെങ്ങള്. ഞാന് തോമാച്ചായനോടോ അമ്മാമ്മയോടോ പറഞ്ഞില്ല, എന്റെ ചേച്ചിയോടോ അളിയനോടോ പറഞ്ഞില്ല. 1000 രൂപ അമ്മാമ്മ തോമാച്ചായൻ തന്നു, 650 രൂപ എന്റെ പെങ്ങള് തന്നു. 1650 രൂപയുടെ ഒരു സൈക്കിൾ. 2 വർഷം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ലോകത്തിൽ ഒരു മനുഷ്യനോടും പറഞ്ഞില്ല, പ്രാർത്ഥിച്ചു. ഒരു ദിവസമായി എനിക്ക് ദൈവം അന്നത്തെ ബെസ്റ്റ് ഒരു വണ്ടി, ഒരു മോട്ടോർ സൈക്കിള് ദൈവം തന്നു. 6 മാസത്തിനുള്ളിൽ പൈസ കൊടുക്കണമെന്നുള്ള കണ്ടീഷന് 2 ദിവസം മുമ്പ് വരെ, 6 മാസത്തിന് 2 ദിവസം മുമ്പ് വരെ പൈസ കിട്ടിയിട്ടില്ല. പക്ഷെ ഈ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. 2 ദിവസം മുമ്പ് ദൈവം പൈസയുടെ അറേഞ്ച്മെന്റ് തന്നു. അത് അതുപോലെ കൊണ്ട് കൊടുത്തു. ദൈവത്തിന് സ്തോത്രം. 8 വർഷം പ്രാർത്ഥിച്ചു ഒരു 4 വീലറിന് വേണ്ടി. ലോകത്തിൽ ആരോടും പറഞ്ഞില്ല. ഒരു മാർഷൽ വണ്ടി തന്നു. അന്ന് ഇന്ത്യൻ റോഡിൽ ഓടുന്ന നമ്പർ 1 വണ്ടിയാണ് 1998 ദൈവം തന്നത്. ദൈവമക്കളോട് പറയട്ടെ, പ്രൈസ് ദി ലോർഡ്. ആയിരങ്ങൾ ആ വണ്ടിയിൽ ഞങ്ങൾ ഒരുമിച്ച് അനേക സ്ഥലങ്ങള്, ഒരു പ്രാവശ്യം 1000 പേരൊന്നും അല്ല കേട്ടോ, ആയിരക്കണക്കിന് ആളുകൾ ആ വണ്ടിയിൽ കയറി ഞങ്ങൾ ഈ ചിത്തോടിന്റെ മുക്കിന് മൂലയിൽ എവിടെയെല്ലാം പോകാമോ അവിടെയെല്ലാം ആമേൻ ആ വണ്ടിയും കൊണ്ട് പോയി കർത്താവിന്റെ വേല ചെയ്യുവാൻ ഇടയായത്. അത് കുറെ വർഷമായപ്പോൾ ഞാൻ വിചാരിച്ചു, എനിക്ക് പ്രായമായി വേറൊരു വണ്ടി ദൈവം തന്നു. അപ്പോ ഇതന്ന് പ്രയോജനപ്പെടുന്ന ആർക്കെങ്കിലും കൊടുക്കാമല്ലോ. അപ്പൊ എന്റെ കൊച്ചു പെങ്ങളുടെ മകൻ ഗോവയിൽ കർത്താവിന്റെ വേല ചെയ്യും. അവന് വേണ്ടി ആ പഴയ വണ്ടി, അത് നല്ല, അവനും എന്നെ പോലെ നല്ല നീളവും നല്ല സ്റ്റൗട്ട് ബോഡി, നല്ല മിടുക്കൻ ഒരു യൗവനക്കാരൻ പയ്യൻ, കർത്താവിന്റെ വേലയും. ഞാൻ അത് അവന് കൊടുത്തു. അപ്പോൾ എനിക്കൊരു വണ്ടി ഇല്ലെന്നുള്ള ഒരു ബുദ്ധിമുട്ട്, വേറൊരു കൊച്ചു വണ്ടി ഉണ്ട്. അപ്പോൾ തന്നെ ഞാനിത് കൊടുത്ത്, അപ്പോൾ ഈ ദൈവമക്കളെ കൊണ്ടുപോകുന്ന ആ ഒരു സന്തോഷം, ആ ജോയ് കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ട പോലെ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ ഏറ്റവും താഴെയുള്ള പെങ്ങളുടെ മൂത്ത് നഴ്സിംഗ് സൂപ്രണ്ടായിട്ട് വർക്ക് ചെയ്ത് VRS എടുത്ത ആ സഹോദരിയുടെ മകൻ ഒരു പുതിയ വണ്ടി വാങ്ങിച്ചപ്പോൾ, XUV 700 വാങ്ങിച്ചപ്പോൾ, അവൻ പ്രാർത്ഥിക്കാനായിട്ട് എന്നെ വിളിച്ച മാമ എന്നാ വിളിക്കുന്നത്, അമ്മാച്ചനെ വിളിച്ചു പ്രാർത്ഥിക്കാനായിട്ട്. പറഞ്ഞ കൂട്ടത്തിൽ ഞാൻ ചോദിച്ചു, മോനെ പഴയത് പിന്നെ എന്തോ ചെയ്യുന്നത്, അതാർക്കും കൊടുക്കണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, മോനെ ആർക്കും കൊടുക്കണ്ട, എനിക്കൊരാളുണ്ട്. ഞാൻ പറഞ്ഞില്ല എനിക്ക് വേണമെന്ന് പറഞ്ഞില്ല, ഒരാളുണ്ട് മോനെ എന്ന് പറഞ്ഞു. ശരി മാമു, ആർക്കും കൊടുക്കത്തില്ല. ദൈവത്തിന്റെ കൃപയാല് അതിന് ഞാൻ പറഞ്ഞത് അതൊരു സൈക്കിൾ അയക്കോ, മോട്ടോർ സൈക്കിൾ. 2 മാസം ഞാൻ സ്ഥലത്തിന്റെ പേര് ഞാൻ പറയുന്നില്ല, ഞാൻ 2 സ്ഥാനത്ത് ശുശ്രൂഷിച്ചുകൊണ്ടിരുന്നപ്പോൾ 60 ദിവസം എക്സാക്ട്ലി 60 days എൻ്റെ വീട്ടില് ആഹാരത്തിന് ഗോതമ്പുണ്ട്, പക്ഷെ അരി വാങ്ങിക്കാൻ ഞങ്ങൾക്ക് അന്ന് പ്രാപ്തിയില്ലായിരുന്നു, വാങ്ങിച്ചില്ല. എന്നാൽ ലോകത്തിൽ ഒരു മനുഷ്യനോടും പറഞ്ഞില്ല. 2 പ്രാവശ്യവും ഈ 2 ചാക്ക് അരി 61ാമത്തെ ദിവസം, ലോകത്തിൽ ഒരു മനുഷ്യനോടും പറയാതെ 61ാമത്തെ ദിവസം 30 കിലോ ഉള്ള ഈ 2 ചാക്ക് അരിയും അതിനോടുകൂടെ വീട്ടിലേക്ക് ആവശ്യമുള്ള
സകല സാധനങ്ങളുമായിട്ട് ആളുകൾ വന്ന് തന്നു. അപ്പോൾ എന്നെ കാക്കുന്ന, കരുതുന്ന, പോറ്റുന്ന, പുലർത്തുന്ന ഒരു ദൈവം സ്വർഗത്തിലുണ്ട്. അവൻ ഇന്നും ജീവിക്കുന്ന, അവന്റെ പേരാ യേശു ക്രിസ്തു. അതുകൊണ്ട് എന്ത് തിന്നുമെന്നോ എന്ത് കുടിക്കുമെന്നോ ഏത് വണ്ടി വാങ്ങി ഒന്നും ഭാരപ്പെടേണ്ട. വേണ്ടിയതെല്ലാം തക്ക സമയത്ത് ദൈവം തരും. എന്റെ ജീവിതത്തിലെ നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, എല്ലാം നന്മയ്ക്കായി സ്വർഗദാതൻ ചെയ്തിടുന്നു. നിർണയമാം വിളി കേട്ടവർക്കും ദൈവത്തിന് സ്നേഹം അറിഞ്ഞവർക്കും എന്നുള്ള പാട്ട് എന്നെ ആ ജയിലിൽ, ആ സോളിറ്ററി കൺഫൈൻമെന്റിൽ എന്നെ ബലപ്പെടുത്തിയെങ്കിൽ മറ്റൊരു പാട്ടാണ്. ആമേൻ. ഏലിയാവിന്റെ പോഷിപ്പിച്ച ദൈവം ഒരു വഴിയടഞ്ഞാൽ പുതുവഴി തുറക്കും. യേശുവിൻ പൈതലിന് ക്ഷാമം തീരുവോളം മാവ് കുറയുകില്ല, എണ്ണയും തീരുകില്ല. ഈ ഒരു വരി പാട്ട് എന്റെ ജീവിതത്തെ പിടിച്ചു കുലുക്കിയ ഒരു പാട്ടാ. ദൈവമക്കളെ, ഇത് കിട്ടിയ അന്ന് മുതൽ ഇന്നു വരെയും ജീവിതത്തിൽ ഒരു വിഷയത്തിന്റെ മുഖത്തും ഞാൻ ചഞ്ചലപ്പെട്ടു പോയിട്ടില്ല, പേടിച്ചിട്ടില്ല, ക്ഷീണിച്ചിട്ടില്ല. എനിക്ക് വേണ്ടി വഴിയൊരുക്കുന്ന ഒരു ദൈവം, ഒരു വഴി അടഞ്ഞാൽ പുതുവഴി തുറക്കുന്ന ദൈവം, ആ ദൈവത്തെയാണ് ഞാൻ സേവിക്കുന്നത്. എന്നെ കേൾക്കുന്ന എന്റെ പ്രിയപ്പെട്ടവരോട് ധൈര്യമായി പറയുവാനുള്ളത്, ആമേൻ, കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങി തിരിച്ചു അല്ല, ഈ വിശ്വാസത്തിന് വേണ്ടി ഇറങ്ങി തിരിച്ചു. എനിക്ക് എന്ത് ഭവിക്കും? എന്റെ കുഞ്ഞുങ്ങൾക്ക് എന്ത് ഭവിക്കും? എന്റെ പപ്പായും മമ്മി ആര് നോക്കും? എന്റെ വീടിന്റെ സ്ഥിതി എന്തായിത്തീരും? ഒന്നും ഭാരപ്പെടുന്നു. ഇതിനെ മുഴുവൻ പടച്ചവൻ, ഇത് മുഴുവൻ ഉണ്ടാക്കിയ ദൈവമാണ് നിങ്ങളുടെയും എന്റെയും ദൈവം. ഈ നല്ല ദൈവത്തെ കണ്ടുമുട്ടുവാൻ, അവന്റെ കൃപയലിപ്പാൻ എനിക്ക് ഭാഗ്യം ലഭിച്ചു ഓർത്ത് നന്ദിയോടെ സ്തോത്രം. ഞാൻ ഒരു കാര്യം കൂടെ ഒന്ന് ഓർപ്പിച്ചോട്ടെ. ഇപ്പൊ നിർത്തുന്നതിന് മുമ്പ് എന്റെ മനസ്സിൽ വന്നതാണ്. ഞാൻ രക്ഷിക്കപ്പെട്ട നാളിൽ എന്റെ 9ാമത്തെ വയസ്സില് CV മാത്യു സാറ്, ഗുഡ് ന്യൂസിന്റെ ചീഫ് എഡിറ്റർ ആയിട്ടിരിക്കുന്ന കർത്താവിന്റെ ദാസൻ, എനിക്ക് സ്വന്തം സഹോദരന്മാരില്ലാത്തതുകൊണ്ട് ഞാൻ ചേട്ടൻ എന്ന് വിളിക്കുന്നത്, മത്തായി ചേട്ടൻ എന്ന. മത്തായി ചേട്ടൻ ₹1 വിലയുള്ള ഒരു പുതിയ നിയമം, ഇത് ഹിന്ദിയാ, അന്ന് മലയാളത്തിൽ എനിക്ക് തന്നു. അപ്പൊ ഞാൻ വീട്ടിൽ കൊണ്ടുവന്നപ്പോ എന്റെ പപ്പ കണ്ടു. അപ്പോ മോനെ ഇതിന് ₹1 വിലയുള്ളൂ. എന്റെ പപ്പ പറഞ്ഞു, മോനെ വീട്ടിൽ ഇത്രയും ബൈബിൾ ഇരിക്കുമ്പോ നീ എന്തിനാണ് അത്രയും വില കൊടുത്ത് വാങ്ങിച്ചെന്ന് പറഞ്ഞ് എന്നെ വഴക്ക് പറഞ്ഞു. ഞാൻ പറഞ്ഞു, മത്തായി ചേട്ടൻ എനിക്ക് ഫ്രീ ആയിട്ട് തന്നതാ എന്ന് ഞാൻ പറഞ്ഞു. ഞാൻ ഇത് എന്തിനാ പറയുന്നതെന്ന് ചോദിച്ചാൽ എന്റെ ജീവിതത്തിൽ നടന്ന ഒരു വലിയ അത്ഭുതം. ഈ ₹1 കൊടുത്ത് CV മാത്യു സാറ് എനിക്കൊരു പുതിയ നിയമം തന്നേന് എന്റെ പപ്പ, അന്ന് ₹1 എന്ന് പറഞ്ഞാൽ അതിന് വിലയുണ്ട് കേട്ടോ. അന്ന് എന്റെ പപ്പ എന്നെ വഴക്ക് പറഞ്ഞു, അല്ലെങ്കിൽ ശാസിച്ചു. അത് എന്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടാ. വീട്ടിൽ ഇത്രയും ബൈബിളൊക്കെ ഉള്ളപ്പോ എന്തിനാന്നുള്ള ചോദ്യമാണ്. മറുവശം ഞാൻ പറയട്ടെ, 10 വർഷം കുവൈറ്റിൽ അധ്വാനിച്ച് ഉണ്ടാക്കിയ നല്ലൊരു എമൗണ്ട് മുഴുവൻ അന്ന് ഞാൻ കുവൈറ്റിൽ ചെല്ലുമ്പോൾ, കുവൈറ്റിലെ ബൈബിളിനൊന്നും ഇത്ര സ്വാതന്ത്ര്യമായിട്ട് വാങ്ങിക്കാനോ ആവുന്നുള്ള ഒരു സമയം, ഞാനൊരു പലസ്തീനി ഒരു ഫ്രണ്ടിനെ കണ്ടുമുട്ടി. അവന്റെ കൂടെ ഒരു പഞ്ചാബി, അയാൾ ക്രിസ്ത്യൻ ആണെന്നുള്ള ഒരിക്കലും വെളിപ്പെടുത്തിയിട്ടില്ല. അവർ രണ്ടുപേരും കൂടെ, ഞാൻ അവരോട് പറഞ്ഞു, എന്ത് വില കൊടുത്തും കുറച്ച് ബൈബിൾ എനിക്ക് വേണമെന്ന് പറഞ്ഞു. സ്മഗിൾ ചെയ്യാൻ തുടങ്ങി. ബൈബിൾ കൊണ്ടുവന്നു. ഞാൻ തോംസൺ ചെയിൻ റെഫറൻസ് ബൈബിള്, ഡേറ്റ്സ് ബൈബിള്, എന്റെ ശിക്ഷണത്തിൽ അല്ലെങ്കിൽ എന്റെ ശുശ്രൂഷ മുഖാന്തരം മുൻപോട്ട് വന്നവർക്കെല്ലാം ഞാൻ ഈ ഡേറ്റ്സ് ബൈബിളും തോംസൺ ബൈബിളും എന്നാ അന്യായ വിലയായിരുന്നു എന്നറിയാമോ. അതങ്ങനെ ഞാൻ ഒത്തിരി പൈസ ഞാൻ അങ്ങനെ ചെലവഴിച്ചു. രക്ഷിക്കപ്പെട്ട് മുൻപോട്ട് വന്നവരെയൊക്കെ ഞാൻ നല്ല വിശ്വാസികളും ശുശ്രൂഷകന്മാരാക്കി. അവരൊക്കെ ഇന്ന് ലോകത്തിന്റെ നാനാഭാഗങ്ങളിലായ ശുശ്രൂഷക്കാരാ. ഇവരുമായിട്ടൊന്നും എനിക്കൊരു കോണ്ടാക്റ്റും ഇല്ല കേട്ടോ. ഞാന് വിട്ടുപോകുന്നതിനെ ഒന്നും ഞാൻ ഓർക്കാറുമില്ല. ആരൊക്കെയാണോ കർത്താവിന്റെ സന്നി വന്നു, ഇതൊന്നും എനിക്കൊരു വിഷയമല്ല. എല്ലാം നന്മയ്ക്കായി തീരട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കും. പിന്നെ ഞാൻ രാജസ്ഥാനിൽ തിരിച്ചു വന്നതിന് ശേഷം ഒരു ഗിരിയോന്റെ ഒരു ക്യാമ്പ് തുടങ്ങുവാൻ ആഗ്രഹിച്ചു. തുടങ്ങി. ലക്ഷോപിലക്ഷം ബൈബിളുകള് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുവാൻ ദൈവം കർത്താവ് കൃപ ചെയ്തു. ഞാൻ പറഞ്ഞ്, ഇതൊക്കെയും ₹1 ആണെങ്കിലും ₹1 നിങ്ങളും ഞാനും ചെലവഴിച്ചാൽ അത് വ്യർത്ഥമല്ലെന്നും, അന്ന് എന്റെ ഹൃദയത്തിനുണ്ടായ
ആ ഒരു പ്രയാസം അറിഞ്ഞ എൻ്റെ കർത്താവ് 1000 10,000-ങ്ങൾക്ക് ദൈവവചനം എത്തിക്കുവാൻ കർത്താവ് കൃപ ചെയ്തു. ഇന്നും ഞാൻ പറയാം, ഞാന് 10ഉം 500ഉം ബൈബിളുകളൊക്കെ ഒരുമിച്ച് വില കൊടുത്ത് വാങ്ങിച്ചിട്ട് ഇന്ന് വരെ ഒരു ബൈബിള് കൊടുത്തിട്ട് ഒരു 100 രൂപ ഞാൻ ചോദിച്ചു വാങ്ങിയിട്ടില്ല. ഇനി ആരെങ്കിലും നിർബന്ധമായിട്ട് 100 രൂപ വെച്ചു പോയെങ്കിൽ അത് വേറെ വിഷയം. ഞാൻ ഇന്ന് വരെയും ഇത് വിറ്റ് കാശ് വാങ്ങിച്ചിട്ടില്ല. ദൈവത്തിന് സ്തോത്രം. ഞാൻ പറഞ്ഞതിന്റെ താല്പര്യം, ദൈവമക്കളെ, നിങ്ങളുടെയും എൻ്റെ അടുത്ത് ഒരു വിളിയും തെരഞ്ഞെടുപ്പും ഉണ്ടെങ്കിൽ അത് പൂർത്തീകരിക്കുന്ന, അത് നിറവേറ്റി തരുന്ന ഒരു നല്ല ദൈവത്തെയാണ് നിങ്ങളും ഞാനും സേവിക്കുന്നത്. അതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഒരു കാര്യം കൂടെ പറഞ്ഞുകൊള്ളട്ടെ, എന്നെ ഇന്ന് ഞാൻ ഈ ആയിരിക്കുന്ന നിലയിലായി തീരുവാൻ അനേകൊരു കാരണക്കാര്. ഒന്ന്, ഞാൻ നേരത്തെ ഓർപ്പിച്ച പോലെ എൻ്റെ മാതാപിതാക്കൾ. 2, സി വി മാത്യൂസ് സാർ. 3, ലില്ലി ചേടത്തി. 4, കെ വി എബ്രഹാം പാസ്റ്ററും അദ്ദേഹത്തിന്റെ ഭാര്യ കൊച്ചമ്മ, അപ്പൊ തന്നെ വില്ലി എബ്രഹാം കുടുംബം, പ്ലസ് ഡോക്ടർ തോമസ് മാത്യൂസ്, മേരി ആന്റി, ഡോക്ടർ പോൾ മാത്യൂസ്, ഫിനി സാറ്, ജോയ് സാറ്, അങ്ങനെ ഒത്തിരി ആളുകളുണ്ട്. അപ്പൊ തന്നെ എൻ്റെ 5 സഹോദരിമാര്, അവരുടെ കുടുംബങ്ങൾ, പ്ലസ് ഏറ്റവും കൂടുതലായി എന്നെ ശുശ്രൂഷയിൽ ഇതുവരെയും എന്നെ വരുവാൻ കാരണഭൂതരായി തീർന്നത് എൻ്റെ ഭാര്യ മറിയാമ്മ. അനുഗ്രഹിക്കപ്പെട്ട ഒരു ദൈവത്തിന്റെ ദാസി. അവളുടെ 99.99 അല്ല, 100% കോപ്പറേഷൻ ഉള്ളത് കൊണ്ടും എന്നെ അതിനുവേണ്ടി അതിനെ ഉത്സാഹിപ്പിച്ചുകൊണ്ടും മാത്രമാണ് ഞാൻ ഈ ശുശ്രൂഷയിലായിരിക്കുന്നത്. അപ്പൊ എൻ്റെ ഭാര്യയോട് ഞാൻ ഏറ്റവും കടപ്പെട്ടിരിക്കുന്നു. അപ്പോൾ തന്നെ എൻ്റെ 2 കുഞ്ഞുങ്ങള്, സാമ്, രൂത്ത്, ഈ 2 കുഞ്ഞുങ്ങള്, അവരൊക്കെ നല്ല രീതിയിൽ നല്ല ഭക്ഷണവും നല്ല ഡ്രസ്സും ഒക്കെ ധരിക്കേണ്ട സമയത്ത് എൻ്റെ കയ്യിൽ നയാ പൈസ ഇല്ലാത്ത സമയങ്ങളിൽ അവർ വളർന്നു വന്നത്. വർഷങ്ങളോളം എൻ്റെ കുഞ്ഞുങ്ങള് ഡ്രൈ ഫ്രൂട്ട്സോ അല്ലാത്ത ഫ്രൂട്ട്സോ ഒന്നും കണ്ടിട്ടില്ല. അങ്ങനെയൊക്കെ വളർന്നു വന്നാൽ, എന്നാൽ ഇന്ന് ദൈവം അവരെയൊക്കെ അനുഗ്രഹിക്കും. അപ്പൊ എൻ്റെ കുഞ്ഞുങ്ങൾ 2 പേരും അവര് വിവാഹം കഴിച്ചു വന്ന ഞങ്ങളുടെ വളർത്തി വന്ന കുഞ്ഞുങ്ങള്, പ്ലസ് എൻ്റെ ഗ്രാൻഡ് ചിൽഡ്രൻ. ഇപ്പോ സാം ഇപ്പൊ കൽക്കട്ടയിലാണെങ്കിലും സാമിന്റെ വൈഫ് എലിസബത്ത്, ഒഫീഷ്യൽ നെയിം, വീട്ടിൽ ഞങ്ങൾ വിളിക്കുന്ന സിനുമോളും കുഞ്ഞുങ്ങൾ എൻ്റെ കൂടെ ഉണ്ട്. ജെറമി എൻ്റെ പേഴ്സണൽ സെക്രട്ടറി ആണ്. പാസ്റ്റർ ഡാനിയലിനറിയാം, ഇന്നത് സെറ്റ് ചെയ്ത് തന്നെ എൻ്റെ കൊച്ചുമോനാണ്. ഞാൻ ഇത്രയൊക്കെ ആയെങ്കിലും, പ്രായം എത്ര ഉണ്ടെങ്കിലും ഇതൊന്നും സെറ്റ് ചെയ്യാൻ അറിയത്തില്ല. അവനാ ഇതൊക്കെ സെറ്റ് ചെയ്ത് തന്ന്. അപ്പൊ അവനായി ഇപ്പൊ എൻ്റെ പേഴ്സണൽ സെക്രട്ടറി. ആദ്യം സാമായിരുന്നു, അവൻ മാറി, ഇപ്പോ രൂത്ത് ആയിരുന്നു. അവളെയും കെട്ടിച്ചു വിട്ടപ്പോ എനിക്ക് ദൈവ സഹായത്തിന് തന്നിരിക്കുന്ന എൻ്റെ കൊച്ചുമോൻ, അവന് ഈ ചർച്ചില് അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ ലാപ്ടോപ്പ് ഓപ്പറേറ്റ് ചെയ്യും, മൈക്ക് ഓപ്പറേറ്റ് ചെയ്യും, ഗിറ്റാർ വായിക്കും, ഡ്രം അടിക്കും, പിന്നെ എല്ലാ കാര്യങ്ങളും നോക്കിക്കൊള്ളും. അപ്പച്ചന് ഏറ്റവും വലിയൊരു അനുഗ്രഹം. അതുപോലെ അവന്റെ കൊച്ചു സഹോദരി ഹന്ന, 11 വയസ്സുണ്ടാവുക, അവളും അപ്പച്ചനെയും അമ്മച്ചിയും നോക്കിക്കൊണ്ടിരിക്കുന്നു. ഇവരുടെ എല്ലാ സഹകരണമാണ് എന്നെ ഇത്രത്തോളം ആക്കിയത്. പ്ലസ് എൻ്റെ ഭാര്യ മറിയാമ്മ കഴിഞ്ഞ 1 വർഷം 4 മാസമായി ഒരു ബ്രെയിനിൽ ഒരു സ്ട്രോക്ക് വന്ന് ഇപ്പോൾ നല്ല സൂമില്ലാതിരിക്കുകയാണ്. കൊളാപ്സ് ആയി പോയായിരുന്നു, എങ്കിലും ദൈവം എൻ്റെ ഭാര്യ മറിയാമ്മയെ ദൈവം വിടുവിച്ചു. അവളുടെ സംസാരശേഷി നഷ്ടപ്പെട്ടായിരുന്നു, കാഴ്ച നഷ്ടപ്പെട്ടു, കൈകാലുകൾക്ക് എല്ലാം കുഴഞ്ഞു പോയായിരുന്നു, എഴുന്നേൽക്കുവാനോ നിൽക്കാനൊന്നും പറ്റത്തില്ല. എന്നാൽ ദൈവം അവളെ സൗഖ്യമാക്കി. എന്നാൽ നടക്കാൻ ഒരു ബാലൻസ് ഇപ്പോഴും പ്രോപ്പറായിട്ട് ലഭിച്ചിട്ടില്ല. അപ്പോൾ എൻ്റെ ഈ സാക്ഷ്യം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും എനിക്ക് അപേക്ഷിക്കാനുള്ളത്, എൻ്റെ ജീവിത പങ്കാളി മറിയാമ്മയെ ഓർത്ത് നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണം. അവളെ ദൈവം പൂർണ്ണമായി വിടുവിക്കട്ടെ. ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നു, ഞങ്ങളുടെ ശുശ്രൂഷയൊന്നും കഴിഞ്ഞിട്ടില്ല. ഇനിയും കർത്താവ് ആയുസ്സും ആരോഗ്യം തരുന്നെങ്കിൽ ഞങ്ങൾ കർത്താവിന്റെ പേരിൽ ഇനിയും പ്രയോജനപ്പെടുവാൻ ആഗ്രഹിക്കുന്നു. മറുവശം ഒരു നല്ല കാര്യം കൂടെ ഞാൻ പറയാം. 47 വർഷമായി കുടുംബജീവിതത്തിൽ പ്രവേശിച്ചിട്ട് ഒരാഴ്ച കംപ്ലീറ്റ് ഞാൻ എൻ്റെ ഭാര്യയുടെ കുഞ്ഞുങ്ങളുടെ കൂടെ നിന്നെന്നുള്ള ഒരു റെക്കോർഡ് എനിക്കില്ല. കാരണം ഞാൻ എന്നും ഒത്തിരി യാത്ര ചെയ്യും. ദൈവം അയക്കുന്നിടത്തൊക്കെ, ലോകം മുഴുവനെന്ന് പറയുന്നതിൽ ലോകത്തിൽ എവിടെയെല്ലാം അയച്ചിട്ടുണ്ടോ അവിടെയൊക്കെ കർത്താവിന്റെ സാക്ഷ്യം വഹിപ്പാൻ കർത്താവ് അവസരം തന്നു. എന്നാൽ കുടുംബത്തോട് ചേർന്ന് ഒരല്പസമയം വേർതിരിക്കുവാൻ കഴിഞ്ഞിട്ടില്ല. എന്നാൽ ഈ കഴിഞ്ഞ 1 വർഷവും
4 മാസവുമായിട്ട് എനിക്ക് ചിത്തോട് വിട്ട് മറ്റെങ്ങും പോവാൻ കഴിയത്തില്ല. അങ്ങനെ ഒരു അവസ്ഥയാണ്. കർത്താവ് മറിയാമ്മയെ പൂർണ്ണമായി സൗഖ്യമാക്കുവാൻ എൻ്റെ ഈ സാക്ഷ്യം കേൾക്കുന്ന എല്ലാവരും ഇന്നു മുതൽ പ്രാർത്ഥിക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുകയാണ്. കർത്താവിന് വേണ്ടി കഴിഞ്ഞ നാളുകളിൽ പ്രയോജനപ്പെട്ടതിനേക്കാൾ അപ്പുറമായിട്ട് ഇനിയും പ്രയോജനപ്പെടുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ചിത്തോഡ്ഗഡ് എന്ന് പറയുന്ന സ്ഥലത്ത് പട്ടണത്തിന്റെ നടുവിലാണ്, റെയിൽവേ സ്റ്റേഷന്റെ നേരെ ഓപ്പോസിറ്റിലാണ് ഈ ചർച്ച്. ചിത്തോഡ്ഗഡ് പെന്തക്കോസ്റ്റ് ചർച്ച് എന്നാണ് ചർച്ചിന്റെ പേര്. അതിന്റെ സീനിയർ പാസ്റ്റർ ആയിട്ട് ഞാൻ ആയിരിക്കുന്നു. നിങ്ങൾ എന്നെയും എൻ്റെ കുടുംബത്തെ ഒക്കെ ഓർത്ത് പ്രാർത്ഥിക്കണം. ഒരു വാക്യം വായിക്കുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ നിർബന്ധിക്കുന്നുകൊണ്ട് ഞാൻ ഇത് വായിച്ച് ഞാൻ മുൻപോട്ട് പോകാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 26-ാം അധ്യായത്തിന്റെ 16 മുതൽ 22 വരെയുള്ള വാക്യങ്ങൾ ഞാൻ വായിക്കുന്നു. എങ്കിലും എഴുന്നേറ്റ് നിവർന്ന് നിൽക്ക, നീ എന്നെ കണ്ടതിനും ഇനി ഞാൻ നിനക്ക് പ്രത്യക്ഷൻ ആകുവാൻ ഇരിക്കുന്നതിനും നിന്നെ ശുശ്രൂഷകനും സാക്ഷിയുമായി നിയമിപ്പാൻ ഞാൻ നിനക്ക് പ്രത്യക്ഷനായി. ജനത്തിന്റെയും ജാതികളുടെയും കയ്യിൽ നിന്ന് ഞാൻ നിന്നെ രക്ഷിക്കും. അവർക്ക് പാപമോചനവും എന്നുള്ള വിശ്വാസത്താൽ ശുദ്ധീകരിക്കപ്പെട്ടവരുടെ ഇടയിൽ അവകാശവും ലഭിക്കേണ്ടതിന് അവരുടെ കണ്ണു തുറപ്പാനും അവരെ ഇരുളിൽ നിന്ന് വെളിച്ചത്തിലേക്കും സാത്താന്റെ അധികാരത്തിൽ നിന്ന് ദൈവത്തിങ്കലേക്കും തിരിപ്പാനും ഞാൻ ഇപ്പോൾ നിന്നെ അവരുടെ അടുക്കൽ അയക്കുന്നു എന്ന് കൽപ്പിച്ചു. അതുകൊണ്ട് അഗ്രിപ്പ രാജാവേ, ഞാൻ സ്വർഗീയ ദർശനത്തിന് അനുസരണക്കേട് കാണിക്കാതെ ആദ്യം ദമസ്കോസിലും യെരുശലേമിലും യഹൂദ്യ ദേശത്തെങ്ങും ഉള്ളവരോടും പിന്നെ ജാതികളോടും മാനസാന്തരപ്പെട്ട് ദൈവത്തിങ്കിലേക്ക് തിരിഞ്ഞ് മാനസാന്തരത്തിന് യോഗ്യമായ പ്രവൃത്തികൾ ചെയ്യണം എന്ന് പ്രസംഗിച്ചു. ഇത് നിമിത്തം യഹൂദന്മാർ ദൈവാലയത്തിൽ വെച്ച് എന്നെ പിടിച്ച് കൊല്ലുവാൻ ശ്രമിച്ചു. എന്നാൽ ദൈവത്തിന്റെ സഹായം ലഭിക്കാൻ ഞാൻ ഇന്നുവരെ നിൽക്കുകയും ചെറിയവരോടും വലിയവരോടും സാക്ഷ്യം പറഞ്ഞു പോരുകയും ചെയ്യുന്നു. ദൈവത്തിന് സ്തോത്രം. ഞാൻ പറയുവാൻ ആഗ്രഹിച്ചത്, ദൈവം തമ്പുരാന്റെ സഹായം ലഭിക്കാൻ മാത്രം ഇന്നുവരെ നിൽക്കുന്നു. ഇനി നിൽക്കുന്നെങ്കിൽ കർത്താവിന് വേണ്ടി മാത്രം പ്രയോജനപ്പെടണം. അവസാനമായിട്ട് അപ്പോസ്തല പ്രവൃത്തി 20-ന്റെ 24-ാം വാക്യത്തെ പറയുന്ന പോലെ കർത്താവ് തന്ന ശുശ്രൂഷ സന്തോഷത്തോടെ തികയ്ക്കണം. മലയാളത്തില് തികയ്ക്കണമെന്നേ ഉള്ളൂ. ഇംഗ്ലീഷില് ഐ വാണ്ട് ടു ഫിനിഷ് ദ ടാസ്ക് വിത്ത് ജോയ്. വിത്ത് ജോയ്. ഞാൻ അതിന്റെ കൂടെ ഒരു വേർഡ് കൂടെ ചേർക്കുകയാണ്. ഐ വാണ്ട് ടു ഫിനിഷ് ദ ടാസ്ക് വിത്ത് ഗ്രേറ്റ് ജോയ്. വളരെ സന്തോഷത്തോടെ 9-ാമത്തെ വയസ്സിൽ കർത്താവിന്റെ സാക്ഷ്യത്തിന് വേണ്ടി ചുമല് കൊടുത്ത 1-ാമത്തെ ദിവസം എത്രമാത്രം സന്തോഷം, എത്രമാത്രം ഉത്സാഹം. അതേ സന്തോഷത്തിൽ എന്റെ ഓട്ടം ഓടി തികയ്ക്കുവാൻ ആഗ്രഹിക്കുന്നു. എനിക്ക് വേണ്ടി നിങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് ഞാൻ എന്റെ സാക്ഷ്യം ഇവിടെ നിർത്തുകയാണ്. കർത്താവ് വരാൻ താമസിച്ചാൽ നമുക്ക് അക്കരെ ദേശത്ത് കർത്താവിന്റെ വരവെങ്കിൽ നമുക്ക് ഒരുമിച്ച് കാണാമെന്നുള്ളതായിരിക്കുന്ന ആ പ്രത്യാശയോടെ അതിനുവേണ്ടി നമുക്ക് ഒരുങ്ങാം. ലോകത്തിൽ എവിടെ പോയാലും ഞാൻ പറയുന്ന അവസാനത്തെ വാക്യം ഇതാണ്, നമുക്ക് വീണ്ടും കാണാം കർത്താവിന്റെ വരവെങ്കിൽ. അതിനുവേണ്ടി നമുക്ക് ഒരുങ്ങാം. ലോകത്തിലെ ഓരോ കാര്യങ്ങളും നിങ്ങളെ എന്നെയും പിടിച്ചു നിർത്തുവാൻ ഇടയാകാതെ സ്വാതന്ത്ര്യമായിട്ട് എന്റെ കർത്താവിനോടുകൂടെ പോകുവാൻ ഒരുക്കമുള്ളവരായി നമുക്ക് ജീവിക്കാം. എന്റെ മകൻ സാം ജെ എബ്രഹാം എന്റെ മൂത്ത മകനാണ്. അവന് പപ്പയെ കുറിച്ച് ഒരു ചെറിയ ഒരു പുസ്തകം, ജീവിതത്തിൽ വന്നു പോയിട്ടുള്ള ചില കാര്യങ്ങളൊന്ന് നോട്ട് ചെയ്യാനായിട്ട് ഒരു ചെറിയ പുസ്തകം എഴുതുവാൻ ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, മോനെ പപ്പ എന്തോ ഉള്ളേ, എങ്കിലും അവന്റെ ഒരു ആഗ്രഹം, കാരണം എന്റെ കുഞ്ഞുങ്ങൾക്ക് ഞങ്ങൾ ഒരു മാതൃകയായി ജീവിച്ച ഒരു നല്ല ഇതുണ്ട്. അപ്പോൾ അവൻ എഴുതിയ ഒരു ചെറിയ പുസ്തകമാണ്. ഇതിന്റെ പേര് ദ ഫയർ ഫൈറ്റർ ഫോർ ഗോഡ് എന്നാണ് ഇതിന്റെ പേര്. ഈ പേര് ഇട്ടതിന്റെ പുറകാലെ ഞാൻ തന്നെ അവനോട് ചോദിച്ചു, അതുപോലെ തന്നെ പലരും ചോദിച്ചു, എന്താ ഇങ്ങനെ ഒരു പേരിട്ട്? ഒരു ഫയർ ഫൈറ്റർ എങ്ങനെ ആയിരിക്കണമോ അങ്ങനെയാ എന്റെയും എന്റെ ഭാര്യയുടെ എന്റെ കുഞ്ഞുങ്ങളുടെ ജീവിതം. ഞങ്ങൾ എപ്പോഴും, ഉദാഹരണമായിട്ട്
ഏതൊരു കാര്യത്തിന് ആര് എപ്പോ വിളിച്ചാൽ ഞാൻ എവർ റെഡിയാ, എവർ റെഡി. ഈ ക്രിസ്തീയ ജീവിതത്തിൽ കർത്താവിന്റെ വേലയിൽ ഇതുവരെയും ആര് വിളിച്ചാലും, എത്ര പേരുണ്ട്, എത്ര വലിയ മീറ്റിംഗ് ചോദിച്ചിട്ടില്ല. എനി ടൈം, അത് വിശ്വാസികളാകട്ടെ അവിശ്വാസികൾ, അവർക്കൊരു ആവശ്യമുണ്ടെങ്കിൽ ഏത് അർദ്ധരാത്രിയിൽ എപ്പോ വിളിച്ചാലും പോകാൻ തയ്യാറായിരിക്കുന്ന ഒരു മനുഷ്യനാണ് കർത്താവിന്റെ വേലക്കാരൻ. വണ്ടിയിൽ പെട്രോൾ ഉണ്ട്, എവിടെ പോയാലും വേണ്ടതായിരിക്കുന്ന എല്ലാ ക്രമീകരണവുമായിട്ട് പോകുന്ന ഒരു ഫയർ ഫൈറ്റർ തീ പിടിച്ചാൽ അത് കെടുത്തുവാൻ പോകുന്നത് പോലെ ആര് ഏത് ബുദ്ധിമുട്ടില് എവിടെ വിളിച്ചാലും ഓടിയെത്തുന്ന ഒരു ഒരുക്കത്തോടുകൂടെ ജീവിക്കുന്ന ഈ എളിയദാസന്റെ ജീവിതത്തിലെ ചില അനുഭവങ്ങൾ വളരെ ചുരുക്കമായിട്ട് ഓരോരോ പാരഗ്രാഫിലായിട്ടുള്ള അനക്ഡോട്ട്സ് പറയുന്നത്. അത് ഈ പുസ്തകം ഫയർ ഫൈറ്റർ ഫോർ ഗോഡ്. If anybody wants to have a copy of this, ഇത് ആർക്കെങ്കിലും ഇതിന്റെ ഒരു കോപ്പി ആവശ്യമാണെങ്കിൽ നിങ്ങളുടെ പേര്, അഡ്രസ് എനിക്ക് അയച്ചു തന്നാൽ ഐ വിൽ ബി വെരി ഗ്ലാഡ് ടു സെൻഡ് ദിസ് ഫോർ യു. ഫയർ ഫൈറ്റർ ഫോർ ഗോഡ്. എല്ലാം കർത്താവിന്റെ നാമമഹത്വത്തിനായി തീരട്ടെ. സ്തോത്രം. താങ്ക് യു പാസ്റ്റർ ഡാനിയൽ, എനിക്കിങ്ങനെ അവസരം ലഭിച്ചതിന് ഞാൻ വളരെ നന്ദിയുള്ളവനാ. കർത്താവ് എല്ലാവരെയും സഹായിക്കട്ടെ. പാസ്റ്റർ ഡാനിയലിനെയും കുടുംബത്തെയും അരോമ ടിവിയുടെ പ്രവർത്തനത്തെയും കർത്താവ് സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. താങ്ക് യു. ദാസൻ പാസ്റ്റർ ജോണി പി എബ്രഹാം അവറുകൾ വളരെ അനുഗ്രഹിക്കപ്പെട്ടതായ ഹൃദയസ്പർശിയായ ഒരുപാട് അനുഭവങ്ങളുടെ ഓർമ്മകളുടെ കൂമ്പാരം അരോമാറ്റിയുടെ ശ്രോതാക്കളോട് പങ്കുവയ്ക്കുവാൻ സ്വർഗത്തിലെ ദൈവം കൃപ ചെയ്തത് ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു, സ്തോത്രം ചെയ്യുന്നു. 9ാമത്തെ വയസ്സിൽ കൊളുത്തിയതായ തീയുടെ വെളിച്ചവും അതിൻ്റെ തീഷ്ണതയും തീയുടെ ചൂടും ഒട്ടും കുറയാതെ ഈ 73ാം വയസ്സിലും സ്വർഗത്തിലെ ദൈവത്തിന് വേണ്ടി പ്രകാശം പരത്തുവാൻ തക്കവണ്ണം സർവകൃപാലുവായ ദൈവം കഴിഞ്ഞ അരനൂറ്റാണ്ടിലധികമായി രാജസ്ഥാൻ്റെ മണ്ണിലും വടക്കേ ഇന്ത്യയുടെ വിവിധ പ്രദേശങ്ങളിൽ ലോകത്തിൻ്റെ വിവിധ ഇടങ്ങളിലും കടന്നുപോയി കർത്താവിന് വേണ്ടി ഉത്തമ സാക്ഷ്യം വഹിക്കുവാൻ ഒരു ഫയർ ഫൈറ്ററിനെ പോലെ ആമേൻ ഓടി നടക്കുവാൻ കർത്താവ് കൃപ ചെയ്തുകൊണ്ടിരിക്കുന്ന അനുഗ്രഹീതമായ ഒരുപാട് അനുഭവങ്ങളുടെ ഓർമ്മകൾ ആമേൻ ഈ തരുണത്തിൽ കേൾക്കുവാൻ കഴിഞ്ഞതോർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു, സ്തോത്രം ചെയ്ത് സ്തുതിക്കുന്നു. ആ കാലേബിനെ പോലെ ഇനി ക്ഷീണിച്ചു പോകാതെ തളർന്നു പോകാതെ ആമേൻ മാൻപേടകൾക്ക് കാലുകൾക്ക് ബലമേകുന്ന സ്വർഗത്തിലെ ദൈവത്തിൻ്റെയും കുടുംബത്തിൻ്റെയും ജീവിതത്തിൽ ദൈവം പകരുമാറാകട്ടെ എന്ന് ഈ തരുണത്തിൽ ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഇത്രത്തോളം സമയം അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യം പങ്കുവയ്ക്കുവാൻ കർത്താവ് കൃപ ചെയ്തതുപോലെ ഏറെ അനുഭവങ്ങളോടെ ഇനി ഏറെ ഒരുപാട് അവസരങ്ങൾ കർത്താവ് ഒരുക്കട്ടെ എന്ന് ഈ തരുണത്തിൽ ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. മാത്രമല്ല അരോമാറ്റിയുടെ മാന്യ പ്രേക്ഷകർക്ക് ഈ സാക്ഷ്യം വലിയൊരു അനുഗ്രഹമായി തീർന്നുവെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുകയാണ്. തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് സുഹൃത്തുക്കൾ കൂടി ഷെയർ ചെയ്ത് കൊടുത്ത് അവർക്കും ഏറ്റവും അനുഗ്രഹമായി തീരേണ്ടതിന് അവരുമായി നിങ്ങൾ പങ്കുവയ്ക്കുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ തീർച്ചയായിട്ടും അറിയിക്കാവുന്നതാണ്. കർത്താവ് നമ്മെല്ലാവരെയും സഹായിക്കുമാറാകട്ടെ. ഇത്രത്തോളം സമയം ആമേൻ നമ്മോടൊപ്പം അനുഗ്രഹിക്കപ്പെട്ട സാക്ഷി ചെലവഴിച്ച ദൈവഭൃത്യൻ ആമേൻ ഒരു നിമിഷം അരോമ ടിവിയുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ചുരുക്കം വാചകങ്ങളിൽ ആമേൻ നമ്മെ പ്രാർത്ഥനയിൽ സഹായിക്കുന്നു. കർത്താവദാസൻ ആമേൻ ഒരു വാക്ക് പ്രാർത്ഥിച്ചാൽ. പരിശുദ്ധ പിതാവേ, അൻപുള്ള അപ്പച്ച, ഈ സമയത്തിനായി ഞങ്ങൾ നിന്നെ വാഴ്ത്തുന്നു. അരോമ ടിവിയിൽ കൂടെ ഇഴയാകുന്ന അടിയന്റെ ഒരു സാക്ഷ്യം പറയുവാൻ ദൈവ അവസരം തന്നതിനായി സ്തോത്രം. പുകഴുവാൻ ഒന്നുമില്ല കർത്താവേ, നിന്റെ കൃപ 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 ഒന്ന് മാത്രം. ഇന്ന് ഈ ആമേൻ സാക്ഷ്യം കേൾക്കുന്ന എന്റെ പ്രിയപ്പെട്ടവരെ ലോകത്തിന്റെ ഏത് ഭാഗത്തായാലും ഏത് അവസ്ഥയിലായിരുന്നാലും എന്നെ നടത്തിയ ദൈവം അവരെയും അത്ഭുതകരമായി നടത്തുകയും ജീവനുള്ള ദൈവത്തെ കണ്ടുമുട്ടുവാൻ, അവന്റെ കൃപ അനുഭവിപ്പാൻ, അവന്റെ മക്കളായി തീരുവാൻ, അവന്റെ വേലക്കാരായി തീരുവാൻ, വരവിൻ പ്രത്യാശയും മുന്നേറുവാൻ എന്റെ യേശു സകല കാര്യത്തിലും മതിയാവിനെന്ന് വിശ്വസിക്കുവാനും അറിയുവാനും അനുഭവിപ്പാനും കൃപ ചെയ്യണമേ. പാസ്റ്റർ ഡാനിയലിനെയും കുടുംബത്തെ അരോമ ടിവി അതിന്റെ പ്രവർത്തനങ്ങളെ അനുഗ്രഹിക്കും, കേൾവിക്കാരെ സമൃദ്ധിയായി അനുഗ്രഹിക്കും. എല്ലാ മഹത്വം അപ്പച്ചൻ അർപ്പിക്കുന്നു. പ്രാർത്ഥന യാത്രകളും കേട്ട സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഒരിക്കൽ കൂടി പ്രേക്ഷകരുള്ളതായി നന്ദി അറിയിക്കുന്നു. തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ തന്നെ നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നിങ്ങൾക്കൊരു പ്രാർത്ഥനാ വിഷയമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഞങ്ങളെ വിവരം അറിയിക്കാവുന്നതാണ്. എല്ലാ തിങ്കളാഴ്ചയും രാത്രി 9 മണിക്ക് അരോമാറ്റിയുടെ പ്രേക്ഷകർക്ക് വിശേഷിച്ചാൽ പ്രാർത്ഥന നടന്നു വരുന്നു. അതിൽ നിങ്ങൾക്ക് സംബന്ധിക്കാം. അടുത്ത അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യവും വചന ചിന്തയുമായി വീണ്ടും കൂടി കാണും വരെയും എല്ലാ പ്രിയപ്പെട്ടവർക്കും ഗുഡ് ബൈ. ഗോഡ് ബ്ലെസ് യു ഓൾ. ആമേൻ.
ഓർമ്മയുടെ മനോരഥത്തിൽ മായാത്ത ഓർമ്മയ്ക്കായി അരോമ മാട്രിമോണിയിൽ നിന്നും ജീവിത പങ്കാളിയെ കണ്ടെത്തൂ. നിങ്ങൾ ഒരു ക്രിസ്തീയ ജീവിത പങ്കാളിയെ അന്വേഷിക്കുകയാണോ? അതോ മക്കൾക്ക് അനുയോജ്യമായ ഒരു തക്ക തുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ? എങ്കിൽ അരോമ മാട്രിമോണി നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇന്നു തന്നെ സൗജന്യമായി രജിസ്റ്റർ ചെയ്യൂ. അരോമ മാട്രിമോണിയുടെ പ്രത്യേകതകൾ: രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം. ലോകത്തെവിടെയുമുള്ള അനുയോജ്യമായ ക്രിസ്തീയ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാം. വിവാഹം നടക്കുന്നതുവരെ സർവീസ് ലഭിക്കുന്നു. ഏറ്റവും ചെറിയ പാക്കേജുകളും തിരഞ്ഞെടുക്കാം. അരോമ മാട്രിമോണി നിങ്ങൾക്കായി ഒരുക്കുന്നു വിവാഹം പരമാനന്ദം. ഇമെയിൽ aroma matrimony2020@gmail.com